ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി 5ാമത്തെ ക്ലാസ്സിലേക്ക് അഖിലമലങ്കര മർത്തമറിയം സമാജത്തിൻ്റെ കേന്ദ്ര പരീക്ഷയുടെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള 5ാമത്തെ ക്ലാസ്സിലേക്ക് ദൈവകൃപയാൽ നമുക്ക് ഓരോരുത്തർക്കും എത്തിച്ചേരുവാനായിട്ട് സാധ്യമായിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 4 ക്രിസ്തു എന്ന മഹാപുരോഹിതൻ്റെ ബലിയുടെ സവിശേഷതകൾ, the remarkable qualities of the sacrifice of the Christ as the high priest ആണ് നമ്മൾ ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ഓർമ്മിച്ചോളട്ടെ. പലരും വീഡിയോ റെക്കോർഡിംഗ് കാണുന്ന പലരും ചോദിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് സെറ്റ് ആക്കി അയക്കുമോ എന്ന്. ഞാൻ ഈ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഓരോ ചാപ്റ്റർ വൈസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് റെഡിയാക്കാനായിട്ട് ശ്രമിക്കാം. ഇപ്പോഴേ ഞാൻ ആ ക്ലാസ് എടുക്കുമ്പോൾ ഓരോ മെയിൻ ഹെഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് പ്രത്യേകമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിനെക്കാട്ടിലും ഒന്നുകൂടി ഓരോ ക്വസ്റ്റ്യൻസ് വൈസ് ഞാൻ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ദൈവം അനുവദിക്കുന്ന പക്ഷം നമ്മുടെ ക്ലാസ്സുകൾ 7 ചാപ്റ്ററുകളും കഴിഞ്ഞതിന് ശേഷം സമയം അനുവദിക്കുന്നത് പോലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് റെഡിയാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പം എല്ലാവരും ടെക്സ്റ്റ് ബുക്ക്, വിശുദ്ധ വേദപുസ്തകവും ഒരു നോട്ട്ബുക്ക്, പെന്ന് എടുത്ത് റെഡിയാകുക. അധ്യായം 4 ചാപ്റ്റർ 4 ക്രിസ്തു എന്ന മഹാപുരോഹിതന്റെ ബലിയുടെ സവിശേഷതകൾ. നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്ന ഈ ചാപ്റ്ററിൽ എബ്രായ ലേഖനം ചാപ്റ്റർ 8 to 10 ഈ 3 അധ്യായങ്ങളിലെ കാര്യമാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. എബ്രായ ലേഖനം ഹീബ്രൂസ് ചാപ്റ്റർ 8 to 10. നമ്മൾ വിശുദ്ധ വേദപുസ്തകവും ടെക്സ്റ്റ് ബുക്കും ചേർത്തായിരിക്കും നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കിയാൽ ഫസ്റ്റ് പാരഗ്രാഫിൽ ക്രിസ്തു എന്ന മഹാപുരോഹിതന്റെ സവിശേഷതകളും ക്രിസ്തുവിൻ്റെ യാഗത്തിൻ്റെ പ്രാധാന്യവുമാണ് പ്രധാനമായിട്ട് ആദ്യത്തെ പാരഗ്രാഫിൽ അവിടെ പറയുന്നത്. അപ്പം ഇവിടെ പറയുന്നു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം. അപ്പം വിശുദ്ധ വേദപുസ്തകത്തിൽ എങ്ങനെയാണ് പഴയ നിയമം മുതൽ പുതിയ നിയമം വെളിപാട് വരെയും ക്രിസ്തുവിനെ എങ്ങനെ വെളിപ്പെടുത്തിയിരിക്കുന്നു, അതാണ് ആദ്യമായിട്ട് ഫസ്റ്റ് പാരഗ്രാഫിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഇതിൻ്റെ ആദ്യത്തെ പാരഗ്രാഫിൽ എന്താണ് പറയുന്നത്? ആദ്യമായിട്ട് പറയുന്നു പഴയ നിയമത്തിൽ എപ്രകാരമാണ് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ നമുക്ക് എങ്ങനെയാണ് ക്രിസ്തുവിനെ കാണാൻ പറ്റുന്നത്? പഴയ നിയമത്തിലാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ പലതും വരുന്നത് പഴയ നിയമത്തിലാണ്. അപ്പോൾ പഴയ നിയമങ്ങൾ ക്രിസ്തുവിനെ പ്രവചിക്കുന്നു. ഇനി കമ്മിങ് ടു ദ ന്യൂ ടെസ്റ്റ്മെന്റ്. ന്യൂ ടെസ്റ്റ്മെന്റ്സിൽ എങ്ങനെയാണ്? ഗോസ്പൽസ്, സുവിശേഷങ്ങളിൽ എന്താ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്? ക്രിസ്തുവിന്റെ ജനനം മുതൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള ഹിസ്റ്ററി, ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ്? സുവിശേഷങ്ങളിൽ. ന്യൂ ടെസ്റ്റ്മെന്റിലേക്ക് വരുന്നു ഗോസ്പൽസ്. അവിടെ എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ഹിസ്റ്ററി ഓഫ് ക്രൈസ്റ്റ്, ചരിത്രമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി സുവിശേഷങ്ങൾ കഴിഞ്ഞാൽ വരുന്നത് അപ്പോസ്തല പ്രവർത്തികൾ. ഓക്കെ, അപ്പോസ്തല പ്രവർത്തികളിൽ എന്താണ് കാണുന്നത്? അപ്പോസ്തല പ്രവർത്തികളിൽ ക്രിസ്തു പ്രസംഗിക്കപ്പെട്ടു. ക്രിസ്തുവിനെ കുറിച്ച് അപ്പോസ്തലന്മാർ പ്രസംഗിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പം മൂന്നാമതായിട്ട് അപ്പോസ്തല പ്രവർത്തികളിൽ ക്രിസ്തു പ്രസംഗിക്കപ്പെട്ടു. ക്രിസ്തുവിന്റെ പ്രസംഗം, പ്രീച്ചിങ്സ് ഓഫ് ക്രൈസ്റ്റ്, അതാണ് പ്രധാനമായിട്ട് അപ്പോസ്തല പ്രവർത്തി. അത് പ്രസംഗിക്കപ്പെട്ടു എന്നാ പറയണത്. അതിന്റെ അർത്ഥം എന്താ? അപ്പോസ്തലന്മാരും പൗലോസ് ലീഹായും ഒക്കെ ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു. അതാണ് ക്രിസ്തു പ്രസംഗിക്കപ്പെട്ടു എന്ന് പറയണത്. ഓക്കെ, അപ്പം അപ്പോസ്തല പ്രവർത്തികൾ കഴിഞ്ഞു. അതിനുശേഷം ഇനി വരുന്നത് ലേഖനങ്ങൾ, എപ്പിസ്റ്റൽസ്. എപ്പിസ്റ്റൽസിൽ എന്താണ് കാണുന്നത്? ഈ ക്രിസ്തുവിന്റെ പ്രീച്ചിങ്സിനെ കുറിച്ചുള്ള ഇന്റർപ്രട്ടേഷൻസ്, വ്യാഖ്യാനങ്ങൾ, അതാണ് എപ്പിസ്റ്റൽസിൽ നമ്മൾ പ്രധാനമായിട്ട്, ലേഖനങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത്. ഇനി അടുത്തതായിട്ട് കാണുന്നത് വെളിപാട്. റെവലേഷൻസിൽ നമ്മൾ എന്താണ് കാണുന്നത്? ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശ നൽകുന്നത് വെളിപാട് പുസ്തകം. റിവീൽസ് ദ ഹോപ്പ് വി ഹാവ് ഇൻ ക്രൈസ്റ്റ്. അപ്പം ഇത് ഓരോന്നും നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലേക്ക് ചോദിക്കുവാനായിട്ട് സാധ്യമുണ്ട്. അപ്പം ഒരിക്കൽ കൂടി പറയാം, ഓൾഡ് ടെസ്റ്റ്മെന്റ് പഴയ നിയമത്തിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രോഫസി, പ്രവചനം, അവിടെ ക്രിസ്തു വന്നിട്ടില്ല, പക്ഷേ മശിഹ വരുമെന്നുള്ള പ്രോഫസി അവിടെ കാണുന്നു. അപ്പൊ ക്രിസ്തുവിനെ അവിടെ ആദ്യമായിട്ട് വെളിപ്പെടുത്തുന്നു. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സുവിശേഷങ്ങൾ, ഗോസ്പൽസ് ഷോസ് ദ ഹിസ്റ്ററി ഓഫ് ക്രൈസ്റ്റ്, അല്ലെ, ക്രിസ്തുവിന്റെ ജനനം മുതലുള്ള ഹിസ്റ്ററി കാണിക്കുന്നു. മൂന്നാമതായിട്ട് അപ്പോസ്തല പ്രവർത്തികളിലൂടെ ക്രിസ്തു പ്രസംഗിക്കപ്പെട്ടു.
പ്രീച്ചിങ്സ് ഓഫ് ദ ക്രൈസ്റ്റ്. ഇനി അത് കഴിഞ്ഞിട്ട് ലേഖനങ്ങൾ വരുമ്പോൾ ക്രിസ്തുവിന്റെ പ്രസംഗങ്ങളുടെ വ്യാഖ്യാനമാണ് ലേഖനങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇന്റർപ്രിട്ടേഷൻസ് ഓഫ് ക്രൈസ്റ്റ് പ്രീച്ചിങ്സ്. അതിനുശേഷം വെളിപാടിൽ എത്തുമ്പോഴാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശ നമുക്ക് ലഭിക്കുന്നു. പ്രത്യാശ റിവീൽസ് ദ ഹോപ്പ് വി ഹാവ് ഇൻ ക്രൈസ്റ്റ്. അതാണ് ഒന്നാമത്തെ പാരഗ്രാഫിൽ നമുക്ക് പ്രധാനമായിട്ട് കാണുന്നത്. ഇനി അവിടെ ചില കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. എബ്രായ ലേഖനകർത്താവ് ക്രിസ്തു എന്ന മഹാപുരോഹിതന്റെ ശ്രേഷ്ഠതയാണ് വെളിപ്പെടുത്തുന്നത്. നമ്മളിത് ആദ്യം മുതൽ കേൾക്കുന്നതാണ്. ശ്രേഷ്ഠതയാണ്, ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠത അല്ലെങ്കിൽ സുപ്പീരിയോറിറ്റി, അല്ലെങ്കിൽ ആ റിമാർക്കബിൾ ക്വാളിറ്റീസ് ഓഫ് പ്രീസ്റ്റ്ഹുഡ് ഓഫ് ക്രൈസ്റ്റ്, അതൊക്കെയാണ് എബ്രായ ലേഖനകർത്താവ് പ്രധാനമായിട്ട് എബ്രായ ലേഖനത്തിൽ കാണിക്കുന്നത്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്തോളൂ. എബ്രായ ലേഖനത്തിൽ ക്രിസ്തു എന്ന മഹാപുരോഹിതന്റെ ഡാഷ് വെളിപ്പെടുത്തുന്നു, ശ്രേഷ്ഠത വെളിപ്പെടുത്തുന്നു, അല്ലെങ്കിൽ സുപ്പീരിയോറിറ്റി അവിടെ വെളിപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഗ്രേറ്റ്നെസ് ഓഫ് ക്രൈസ്റ്റ് ഇസ് റിവീൽഡ് ഇൻ ഹീബ്രൂസ്. ഇനി ക്രിസ്തു എബ്രായ ലേഖനത്തിലൂടെ നമുക്ക് നൽകുന്നത് എന്താണ്? ഇപ്പൊ നമുക്ക് നമ്മുടെ ഇത് ചിന്താവിഷയം തന്നെ നോക്കിയാൽ നമുക്കറിയാം എന്താണ്. യേശുവിങ്കിലേക്ക് നോക്കി ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നമുക്കൊരു പ്രത്യാശയാണ്, ഒരാളുണ്ട് നമുക്കൊന്ന് നോക്കി ഒന്ന് ധൈര്യപ്പെടുവാൻ, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഇത്രമാത്രം പ്രയാസങ്ങളും കഷ്ടതകളും നിരാശകളും നിറഞ്ഞ ഈ ജീവിതത്തിൽ നമുക്കൊന്ന് മുന്നോട്ട് നോക്കി പ്രത്യാശയോടുകൂടി ഒരാൾ എനിക്കുണ്ട്. നമ്മളിത് മുന്നമേയുള്ള ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. നമ്മെപ്പോലെ തന്നെ കഷ്ടം അനുഭവിച്ച ഒരു മഹാപുരോഹിതനാണ് നമുക്കുള്ളത്. അത് നമുക്ക് തരുന്ന ധൈര്യം, അത് നമുക്ക് തരുന്ന പ്രത്യാശ ചെറുതല്ല. അപ്പോൾ ഇവിടെ ക്രിസ്തു എബ്രായ ലേഖനത്തിലൂടെ, എബ്രായ ലേഖനകർത്താവ് ക്രിസ്തുവിനെ മഹാപുരോഹിതനായിട്ട് ചിത്രീകരിച്ച് നമുക്ക് വിശേഷണങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുമ്പോൾ ക്രിസ്തു നമുക്ക് നൽകുന്നത് എന്താണ്? എബ്രായ ലേഖനത്തിലൂടെ നല്ല പ്രത്യാശ. ക്രൈസ്റ്റ് ഗിവ്സ് us a better hope through Hebrews. ഓക്കെ, അപ്പൊ ബെറ്റർ ഹോപ്പ് അല്ലെങ്കിൽ ആ പ്രത്യാശ എന്നുള്ളതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്ത ലൈനും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. അവൻ നൽകുന്ന നിയമം എങ്ങനെയുള്ളതാണ്? ക്രിസ്തു നൽകുന്ന നിയമം, നമ്മൾ ഈ നിയമം എന്താണെന്നുള്ളത് പഠിക്കും. പുതിയ നിയമം അല്ലെങ്കിൽ പുതിയ ഉടമ്പടി, ന്യൂ കവണന്റ്, അതാണ് നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിന്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. അത് അവിടെ പറഞ്ഞിരിക്കുന്ന അവൻ നൽകുന്ന നിയമം, ക്രിസ്തു നൽകുന്ന നിയമം. പഴയ നിയമത്തിലെ മോശയുടെ ന്യായപ്രമാണവും പഴയ നിയമ ഉടമ്പടികളും മാറ്റി ക്രിസ്തു അത് മാറ്റി നമുക്ക് പുതിയൊരു നിയമം നൽകിയിരിക്കുകയാണ്, പുതിയൊരു ഉടമ്പടി നൽകിയിരിക്കുകയാണ്. ആ ഉടമ്പടിയുടെ പ്രത്യേകത എന്താണ്? അത് വിശേഷത ഏറിയതാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിലൊക്കെ ചോദിക്കാനായിട്ട് സാധ്യത, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തുള്ളത്. ദ യുണീക്നെസ് ഓഫ് കവണന്റ് ഗിവൺ ബൈ ദ ക്രൈസ്റ്റ്. ഹി ഗിവ്സ് us a covenant which is superior, അല്ലെങ്കിൽ വിശേഷത ഏറിയതായ ഒരു കവണന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു നിയമം, പുതിയ നിയമമാണ് ക്രിസ്തു നമുക്ക് നൽകുന്നത്. അപ്പം ഇതാണ് ഒന്നാമത്തെ പാരഗ്രാഫിൽ പ്രധാനമായിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സുകൾ ചോദിക്കാം. ഓരോ ഓൾഡ് ടെസ്റ്റ്മെന്റ്സ് ടു ന്യൂ ടെസ്റ്റ്മെന്റ്, വെളിപാട് വരെയുള്ള പുസ്തകങ്ങളിൽ ക്രിസ്തുവിനെ എങ്ങനെ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു വിശുദ്ധ വേദപുസ്തകത്തിൽ. അതിനുശേഷം ക്രിസ്തു, എബ്രായ ലേഖനകർത്താവ് ക്രിസ്തു എന്ന മഹാപുരോഹിതന്റെ ശ്രേഷ്ഠതയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്തു നമുക്ക് നൽകുന്നത് എന്താണ്? ഹോപ്പ്, പ്രത്യാശയാണ് ലേഖനത്തിലൂടെ ക്രിസ്തു നമുക്ക് നൽകുന്നത്. അതുപോലെ തന്നെ ക്രിസ്തു നൽകുന്ന നിയമം വിശേഷത ഏറിയതായ ഒരു നിയമമാണ് ക്രിസ്തു നമുക്ക് നൽകുന്നത്. അതാണ് ഒന്നാമത്തെ പാരഗ്രാഫ്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രിസ്തു മഹിമാസനത്തിൽ ഇരിക്കുന്നവൻ. ക്രൈസ്റ്റ് ഈസ് സീറ്റഡ് അറ്റ് ദ ത്രോൺ ഓഫ് മജസ്റ്റി ഇൻ ഹെവൻ. ക്രിസ്തു എന്ന മഹാപുരോഹിതൻ എവിടെ ഇരിക്കുന്നു? അതാണ് നമ്മൾ ഈ പാരഗ്രാഫിൽ കാണുന്നത്. ക്രിസ്തു എന്ന മഹാപുരോഹിതൻ എവിടെ ഇരിക്കുന്നു? എബ്രായ ലേഖനത്തിൽ നമ്മോട് പ്രത്യേകമായിട്ട് അത് കാണിച്ചു തരുന്നു. ഇവിടെ ആ റെഫറൻസിന് ഒരു ഇച്ചിരി മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ റെഫറൻസ് പറഞ്ഞിരിക്കുന്നത് 8:14 എന്നാണ്. റെഫറൻസ് വരുന്നത് എബ്രായ ലേഖനം ചാപ്റ്റർ 8 വേഴ്സ് 1 and 2. ഒന്ന് നിങ്ങളൊന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ 1ഉം 2ഉം വാക്യങ്ങളിൽ, ഹീബ്രൂസ് ചാപ്റ്റർ 8 വേഴ്സ് 1 and 2, അവിടെ പറയുന്നത് എന്താണ്? സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലത് ഭാഗത്ത് ഇരുന്നവനായി വിശുദ്ധ സ്ഥലത്തിന്റെയും മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിന്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട്. അപ്പോൾ ക്രിസ്തു എവിടെയാണ് ഇരിക്കുന്നത്? ക്രൈസ്റ്റ് സീറ്റഡ് in the right side of the throne of majesty in heaven. വലത് ഭാഗത്ത് മഹിമാസനത്തിൽ, ത്രോൺ ഓഫ് മജസ്റ്റി മഹിമാസനത്തിന്റെ
വലതു ഭാഗത്താണ് ക്രിസ്തു ഇരിക്കുന്നത് എന്നാണ് എബ്രായ ലേഖനത്തിലൂടെ നാം പഠിക്കുന്നത്. ഇനി ഇവിടെ പറയുന്നു, നമ്മൾ പഴയ നിയമത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടതാണ്, പഴയ നിയമവും പുതിയ നിയമവും ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യം ചേർത്ത് നമ്മൾ പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം എവിടെയായിരുന്നു എന്നാണ് നമ്മൾ കാണുന്നത്? കൃപാസനം അല്ലെ? അതാണ് ദൈവത്തിന്റെ സാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്നത്. ഈ കൃപാസനം എന്ന് പറയുന്നത് സമാഗമന കൂടാരത്തിലെ തിരുനിവാസം എന്നാ പറയുന്നത്. അപ്പൊ സമാഗമന കൂടാരത്തിലെ തിരുനിവാസം എന്ന പഴയ നിയമത്തില് നാം കാണുന്നത് പുതിയ നിയമത്തിൽ വരുമ്പോൾ സ്വർഗത്തിലെ മഹിമാസനത്തിന്റെ നിഴലാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ സമാഗമന കൂടാരത്തിലെ തിരുനിവാസം സ്വർഗത്തിലെ മഹിമാസനത്തിന്റെ നിഴലാണ്. അല്ലെങ്കിൽ ഇപ്പോഴത് ക്രിസ്തു എവിടെ ഇരിക്കുന്നു? ക്രിസ്തു സീറ്റഡ് ഇൻ ദ റൈറ്റ് സൈഡ് ഓഫ് ദി ത്രോൺ ഓഫ് മജസ്റ്റി ഇൻ ഹെവൻ, ദാറ്റ് ഈസ് ഈക്വൽ, അല്ലെങ്കിൽ അതൊരു ഷാഡോയാണ് പഴയ നിയമത്തിൽ നാം കണ്ട സമാഗമന കൂടാരത്തിലെ ദൈവത്തിന്റെ പ്രസൻസ്. അതുമായിട്ട് ഷാഡോയിങ് ആണ് അവിടെ കാണുന്നത്. അപ്പൊ അവിടെ ഒന്ന് ഓർത്തിരിക്കുക, ദ ഡിവൈൻ പ്രസൻസ് ഇൻ ദ ടെന്റ് ഓഫ് മീറ്റിംഗ് ഇസ് ഷാഡോയിങ് ദ ത്രോൺ ഓഫ് ദി മജസ്റ്റി. അതാണ് മെയിൻ ആയിട്ടൊന്ന് ഓർത്തിരിക്കേണ്ടതായ ഒരു കാര്യം. ഇനി ഇവിടെ താഴേക്ക് വീണ്ടും വരുന്നു. നമ്മൾ ചാപ്റ്റർ 3 നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ക്രിസ്തു എന്ന മഹാപുരോഹിതന്റെ അല്ലെങ്കിൽ മഹാപൗരോഹിത്യം അഹരോന്റെ പൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് നമ്മൾ 3-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചു. ഇവിടെ ആ പോയിന്റ് കൂടെ തന്നെ ഒന്നുകൂടെ അവിടെ കാണിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യം അഹരോന്റെ പൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നു? എന്തുകൊണ്ടാണ് അവിടെ പറയുന്ന ഒരു പോയിന്റ്? മഹാപുരോഹിതൻ എങ്ങനെയായിരുന്നു? ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നമ്മൾ കാണുന്നുണ്ട്, കൂടാരത്തിൽ സമാഗമന കൂടാരത്തില് വിശുദ്ധ സ്ഥലവുമുണ്ട്, അതിവിശുദ്ധ സ്ഥലവുമുണ്ട്. ഈ അതിവിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതൻ, അഹരോനും അഹരോന്റെ മക്കളും മഹാപുരോഹിതന്മാർ എപ്പോഴാണ് പ്രവേശിക്കുന്നത്? വർഷത്തിൽ ഒരിക്കൽ, ആണ്ടിൽ ഒരിക്കൽ മാത്രമാണ് അതിവിശുദ്ധ സ്ഥലത്ത്, അതായത് ദൈവത്തിന്റെ പ്രസൻസ് ഉള്ള കൃപാസനത്തിങ്കൽ ധൂപം വയ്ക്കുന്നത് വർഷത്തിൽ ഒരിക്കലാണ്. എന്നാൽ ഇവിടെ ക്രിസ്തു എങ്ങനെയാണ്? ക്രിസ്തു മഹിമാസനത്തിൽ അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തിൽ, ക്രിസ്തു ദൈവപുത്രനാണ്. ഇവിടെ എബ്രായ ലേഖനം 8:1-2 നമ്മൾ കാണുന്നത് എന്താ? ക്രിസ്തു എവിടെയായിരിക്കുന്നത്? ക്രിസ്തു മഹിമാസനത്തിൽ വലതുഭാഗത്ത് തന്നെ ഇരിക്കുന്നു. കണ്ടിന്യൂസ് അവിടെ ഇരിക്കുക. ക്രിസ്തു എന്ന മഹാപുരോഹിതൻ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നു, ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യം അഹരോന്റെ പൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠമാണ്. കാരണം അഹരോൻ ദൈവസാന്നിധ്യത്തിന്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ്. എന്നാൽ ക്രിസ്തു എപ്പോഴും എവിടെയായിരിക്കുന്നത്? സ്വർഗത്തിൽ മഹിമാസനത്തിലാണ് ക്രിസ്തു ഇരിക്കുന്നത്. അപ്പോൾ ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയാണ് ഇവിടെ ഒന്നുകൂടി വെളിപ്പെടുത്തി തരുന്നത്. ഇനി ഇവിടെ സ്വർഗാരോഹണത്തിന് ശേഷം ക്രിസ്തു മഹിമാസനത്തിൽ ഇരിക്കുന്നു എന്ന ഈ ഒരു പരാമർശം ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു? ആ ഒരു 26-ാമത്തെ പേജിലെ ലാസ്റ്റ് ലൈനാണ്. What does it indicate by saying after ascension the Christ is seated in the throne of majesty? What does it indicate? അതെന്താണ് സൂചിപ്പിക്കുന്നത്? അത് പറയുന്നത് മനുഷ്യത്വത്തിന് കൈവന്ന ഔന്നത്യത്തെ. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ നൊബിലിറ്റി ദാറ്റ് ഹാസ് ബീൻ bestowed on humanity. അതാണ് കാണിക്കുന്നത്. കാരണം ക്രിസ്തു ഒരു മനുഷ്യാവതാരം ചെയ്താണ് വന്നത്. അപ്പം ആ ഒരു മനുഷ്യത്വത്തിന് കൈവന്ന ഒരു ഔന്നത്യത്തെ, ശ്രേഷ്ഠതയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പം ആ ഒരു ലൈനും കൂടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടൊന്ന് പഠിച്ചോളുക. ഇനി ഇവിടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഈ ഒരു പാരഗ്രാഫിൽ പ്രധാനമായിട്ട് വളരെ ചെറിയ ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഒന്ന്, ക്രിസ്തു എന്ന മഹാപുരോഹിതൻ എവിടെ ഇരിക്കുന്നു? ക്രിസ്തു എന്ന മഹാപുരോഹിതൻ എവിടെയാണ്? സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലതുഭാഗത്ത് ഇരുന്ന് പക്ഷപാതം ചെയ്യുന്നു. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, സ്വർഗത്തിലെ മഹിമാസനത്തിന്റെ നിഴൽ ഭൂമിയിൽ ഏതാണ് സ്വർഗത്തിലെ മഹിമാസനത്തിന്റെ നിഴൽ എന്ന് പറയുന്നത്? സമാഗമന കൂടാരത്തിന്റെ തിരുനിവാസമാണ് സ്വർഗത്തിലെ മഹിമാസനത്തിന്റെ നിഴലായിട്ട് പറയുന്നത്. ഇനി അടുത്തതായിട്ട് സ്വർഗാരോഹണത്തിന് ശേഷം ക്രിസ്തു മഹിമാസനത്തിലിരിക്കുന്നു എന്ന പരാമർശം എന്തിനെ സൂചിപ്പിക്കുന്നു? What does it indicate by saying after ascension Christ is seated in the throne of majesty? അതാണ് ഞാനിപ്പോൾ ലാസ്റ്റ് പറഞ്ഞത്. അവിടെ മനുഷ്യത്വത്തിന് കൈവന്ന ഔന്നത്യത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് അടുത്ത ഹെഡിങ്ങിലേക്ക് നമുക്ക് പോകാം. ക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷ സ്വർഗോന്നതങ്ങളിലേക്കുള്ള ശുശ്രൂഷയാണ്. The priestly service of Christ is oriented towards the high heavens.
അപ്പം ക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറയുന്നത് സ്വർഗോന്നതങ്ങളിലേക്കുള്ള ശുശ്രൂഷ. ഇവിടെ വീണ്ടും ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തെ കുറിച്ച് വീണ്ടും അതിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ് ഇനി മുന്നോട്ട് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പം ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത് ക്രിസ്തുവിന്റെ പൗരോഹിത്യം എന്നുള്ളത് ഒരു ഭൗമിക ക്രമം അനുസരിച്ചുള്ളതല്ല. ദ പ്രീസ്റ്റ്ഹുഡ് ഓഫ് ക്രൈസ്റ്റ് ഈസ് നോട്ട് അക്കോർഡിംഗ് ടു എനി എർത്ത്ലി ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പഴയ നിയമത്തിൽ കാണുന്ന പ്രീസ്റ്റ്ഹുഡ് ഓർഡർ എങ്ങനെയാ? ലേവ്യ പൗരോഹിത്യം, അഹറോന്റെ ക്രമം ഒക്കെ എങ്ങനെയാ വരുന്നത്? അതൊരു ഭൗമിക ക്രമപ്രകാരം അല്ലെ, അതൊരു പരമ്പരാഗതമായിട്ട് ആ കുടുംബങ്ങളിലുള്ളവരായിട്ടാണ് വരുന്നത്. അതൊരു ഭൗമിക ക്രമം, ഭൂമിയിലുള്ള ഒരു ക്രമമായിട്ടാണ് അവിടെ കാണുന്നത്. എന്നാൽ ക്രിസ്തുവിന്റെ ക്രമം അങ്ങനെയുള്ളതല്ല. ക്രിസ്തുവിന്റെ ക്രമം എങ്ങനെ? അത് സ്വർഗീയമാണ്. അത് ദിസ് ഇസ് ഫ്രം ഹെവൻ. അതാണ് അവിടെ ആ ഡിവൈൻ നേച്ചറാണ് അവിടെ കൂടുതലായിട്ടും ഇവിടെ കാണിക്കുന്നത്. അപ്പം അത് ഒരു പ്രധാനമായിട്ടൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ആദ്യത്തെ ലൈൻ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ക്രിസ്തുവിന്റെ പൗരോഹിത്യം ഭൗമിക ക്രമം അനുസരിച്ചുള്ളതല്ല. എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, പ്രീസ്റ്റ്ഹുഡ് ഓഫ് ക്രൈസ്റ്റ് ഈസ് നോട്ട് അക്കോർഡിംഗ് ടു എനി എർത്ത്ലി ഓർഡർ, എക്സ്പ്ലെയിൻ ഇറ്റ്, അങ്ങനെ ചോദിക്കാം. ഇനി അല്ലാതെ വേറൊരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കാം. അതിന്റെ അടുത്ത ലൈൻ കൂടെ നമ്മൾ നോക്കിയാൽ അതിന്റെ അടിസ്ഥാനം, അതായത് ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ അടിസ്ഥാനം എന്താണ്? അതിന്റെ അടിസ്ഥാനം പുതിയതും നിത്യവുമായ ഒരു ഉടമ്പടിയിന്മേലാണ്. അപ്പം അതും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ അടിസ്ഥാനം എന്ത്? വ്യക്തമാക്കുക. അപ്പം അത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാൽ ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? പുതിയതും നിത്യവുമായ ഒരു ഉടമ്പടിയിന്മേലാണ്. അത് ചാപ്റ്റർ 8 5 and 6 വേഴ്സസ് 5 and 6 അത് പ്രധാനമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അത് പുതിയതും നിത്യവുമായ ഒരു ഉടമ്പടിയിന്മേലാണ് അത് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ക്രിസ്തുവിന്റെ പൗരോഹിത്യം ഭൗമിക ക്രമം അനുസരിച്ചുള്ളതല്ല എന്ന് വ്യക്തമാക്കുവാൻ ചോദിച്ചാൽ നമുക്ക് ആദ്യമായിട്ട് ഈ ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് ഒന്ന് മെൻഷൻ ചെയ്യുക. അതിനുശേഷം അതിന് താഴേക്ക് വരുന്ന ലൈൻ ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്കറിയാം, ക്രിസ്തുവിൻ്റെത് പഴയ പൗരോഹിത്യം പഴയ ഉടമ്പടിയിൽ അധിഷ്ഠിതമാണ് എങ്കിൽ ക്രിസ്തുവിൻ്റെത് പുതിയ ഉടമ്പടിയിൽ അധിഷ്ഠിതമാണ്. ഇത് കേട്ട് നിങ്ങൾ വിഷമിക്കേണ്ട. പുതിയ ഉടമ്പടി എന്താണെന്ന് നമ്മൾ താഴേക്ക് പഠിക്കും. എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം, ദ ന്യൂ കവണന്റ് ആൻഡ് ദ ഓൾഡ് കവണന്റ്, അതെന്താണെന്നുള്ളത് നമ്മൾ പഠിക്കും. അപ്പം ക്രിസ്തുവിൻ്റെത് പുതിയ ഉടമ്പടിന് ബേസ്ഡ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് പ്രവാചകന്മാരിൽ കൂടി വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന പുതിയ ഉടമ്പടിയാണ് ക്രിസ്തുവിൽ നിറവേറപ്പെട്ടിരിക്കുന്നത്. അപ്പം ക്രിസ്തുവിന്റെ പൗരോഹിത്യം ഭൗമിക ക്രമം അനുസരിച്ചുള്ളതല്ല. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പുതിയ ഉടമ്പടി ആവശ്യമായി വന്നത്? നമ്മൾ അതും പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. എബ്രായ ലേഖനം ചാപ്റ്റർ 7 വേഴ്സ് 11 നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നെങ്കിൽ അതിൻ കീഴല്ലോ ജനം ന്യായപ്രമാണം പ്രാപിച്ചത്. അഹരോന്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ എന്തൊരാവശ്യം. ഓക്കെ, അപ്പം അവിടെ താഴേക്ക് നമുക്ക് വരുമ്പം കാണാനായിട്ട് സാധിക്കും ഈ ലേവ്യ പൗരോഹിത്യത്തിനുണ്ടായ ഫെയിലിയർ. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആദ്യ ഉടമ്പടി പൂർണ്ണമല്ലാതായതുകൊണ്ടാണ് പുതിയ ഒരു ഉടമ്പടി നമുക്ക് ആവശ്യമായിട്ട് വന്നത്. ക്രിസ്തു വരേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അന്ന് ദൈവം തന്ന ന്യായപ്രമാണങ്ങൾ ജനം അനുസരിച്ച് നല്ല രീതിയിൽ ജീവിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു പുതിയ ഉടമ്പടിയുടെ ക്രിസ്തുവിന്റെ ഒരു മനുഷ്യാവതാരത്തിന്റെ ആവശ്യം ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ നമുക്ക് പഴയ നിയമത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, മോശ ദൈവത്തോട് ആലോചന ചോദിച്ച് ജനങ്ങളെ നയിക്കുമ്പോഴും അവിടെ ജനങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അവര് തമ്മിൽ പിറുപിറുത്തുകൊണ്ടും ദൈവത്തിനെതിരായിട്ട് മറുതലിച്ചുകൊണ്ട് പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇവിടെ പുതിയ ഒരു ഉടമ്പടി നമുക്ക് ആവശ്യമായിട്ട് വന്നത്. അപ്പം ആദ്യത്തെ ഉടമ്പടി പൂർണ്ണമല്ലാതിരുന്നത് കൊണ്ട് പുതിയ ഉടമ്പടി ആവശ്യമായി വന്നു. അതും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ശ്രദ്ധിക്കുക. പുതിയ ഉടമ്പടി ആവശ്യമായി വന്നത് എന്തുകൊണ്ട്? ആദ്യത്തെ ഉടമ്പടി എന്ന് പറഞ്ഞാല് മോശയ്ക്ക് ദൈവം കൊടുത്ത ആദ്യത്തെ ഉടമ്പടി, കൽപ്പലകകളിൽ എഴുതി കൊടുത്ത നിയമങ്ങൾ, അതാണ് ആദ്യത്തെ ഉടമ്പടി എന്ന് പറയുന്നത്. ആ ഉടമ്പടി പൂർണ്ണമല്ലാതിരുന്നത് കൊണ്ടാണ് പുതിയ ഉടമ്പടി ആവശ്യമായി വന്നത്. ഇനി അടുത്ത ലൈൻ നോക്കിയാലും നമുക്കറിയാം, ആരിൽ കൂടിയാണ് ഈ പുതിയ ഉടമ്പടി വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നത്. അപ്പം ക്രിസ്തു വരുന്നു, മശിഹ വരുന്നു എന്ന ഒരു വാർത്ത തന്നെ നമുക്ക് ലഭിച്ചത് എങ്ങനെയാണ്?
പ്രവാചകന്മാരിൽ കൂടിയാണ് നമുക്ക് ലഭിച്ചിരുന്നത്. അപ്പോൾ ആരിൽ കൂടിയാണ് പുതിയ ഉടമ്പടി വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നത്? പുതിയ ഉടമ്പടി വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നത് പ്രവാചകന്മാരിൽ കൂടിയാണ് പുതിയ ഉടമ്പടി വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നത്. ആ ലൈനും കൂടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പ്രത്യേകമായിട്ട് നോക്കുക. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേഴ്സാണ്, എല്ലാവരും ബൈഹാർട്ട് ചെയ്ത് വെക്കുക. ഈ പുതിയ ഉടമ്പടിയെക്കുറിച്ചുള്ള റെഫറൻസ് അല്ലെങ്കിൽ പുതിയ ഉടമ്പടി എവിടെയാണ് നമുക്ക് പ്രവാചകന്മാരിൽ കൂടി ഈ പുതിയ ഉടമ്പടിയെക്കുറിച്ചുള്ള വാഗ്ദാനം നമുക്ക് ലഭിക്കുന്നത്? ആ ബൈബിൾ റെഫറൻസ് അത് ഒരിക്കലും മറക്കാതെ ഓർക്കുക. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 31-ാം വാക്യം, ജെറമ്യ ചാപ്റ്റർ 31 വേഴ്സ് 31. അവിടെയാണ് പുതിയ ഉടമ്പടിയുടെ സൂചന പ്രവാചകൻ മുഖാന്തരം നമുക്ക് ലഭിക്കുന്നു. ആരെ മുഖാന്തരമാണ്? യിരെമ്യാ പ്രവാചകൻ മുഖാന്തരമാണ് നമുക്ക് ആദ്യമായിട്ട് ഈ പുതിയ ഉടമ്പടിയുടെ ഒരു സൂചന നമുക്ക് ലഭിക്കുന്നത്. അപ്പം അവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം ചാപ്റ്റർ 31 വേഴ്സ് 31 അവിടെ പറയുന്നത് എന്താണ്? ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ യഹോവ യിരെമ്യാ പ്രവാചകൻ വഴിയായിട്ട് ഈ പുതിയൊരു ഉടമ്പടി വരുന്നുണ്ട് എന്നുള്ളത്, അതായത് ക്രിസ്തുവിന്റെ ആഗമനത്തെക്കുറിച്ചുള്ള സൂചന ആദ്യമായി നൽകുന്നത് തന്നെ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 31-ാം വാക്യം. അപ്പോഴും ഓർക്കുക, പുതിയ ഉടമ്പടിയുടെ സൂചന അല്ലെങ്കിൽ പുതിയ ഉടമ്പടിയുടെ പ്രവചനം ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഓർക്കുക, എഴുതേണ്ടത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 31-ാം വാക്യമാണ് അവിടെ എഴുതേണ്ടത്. അപ്പം അവിടെ താഴേക്ക് നമുക്ക് നോക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കും. ഇവിടെ പറയുന്നു, പഴയ നിയമം കല്ലിൽ എഴുതപ്പെട്ടതാണ്, എന്നാൽ പുതിയ നിയമം മനുഷ്യ ഹൃദയങ്ങളിലാണ് ദൈവം നിയമിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും 31-ാം അധ്യായം 33-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ താഴേക്ക് നമുക്ക് 31 കഴിഞ്ഞിട്ട് താഴേക്ക് ഒരു 35-ാമത്തെ വാക്യം വരെയും നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് ഈ പുതിയ ഉടമ്പടിയെ പറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ 33-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാവുന്നു, ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും, ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന യഹോവയുടെ അരുളപ്പാട്. ഇനി അടുത്തതായിട്ട് താഴേക്ക് വരുന്നതാണ് എന്താണ് ഈ പുതിയ ഉടമ്പടി എന്ന് സൂചിപ്പിക്കുന്നതാണ് അടുത്ത വാചകം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 34-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃത്തം എല്ലാവരും എന്നെ അറിയും, ഞാൻ അവരുടെ അകൃത്യം മോചിക്കും. അതിന്റെ അർത്ഥം എന്താ? ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, പുതിയ നിയമപ്രകാരം ക്രിസ്തു വരുന്നതോടുകൂടി നൽകുന്ന ഉടമ്പടി എങ്ങനെയാ? ഹൂഎവർ ബിലീവ്സ് ഇൻ ഗോഡ് ആൻഡ് നമ്മുടെ പാപത്തെക്കുറിച്ച് ആർക്കൊക്കെ ബോധ്യമുണ്ട്, ഹൂഎവർ റിപ്പന്റ്, അല്ലെ, അവരുടെ പാപം മോചിക്കപ്പെട്ടിരിക്കും. അതാണ് ക്രിസ്തു നൽകുന്ന സാൽവേഷൻ എന്ന് പറയുന്നത്. അതാണ്. ഇപ്പം ഇതിനകത്തൊരു കുറച്ച് മേലോട്ടൊന്ന് നോക്കിയാൽ 29-ാമത്തെ വാചകം നമുക്ക് വളരെ പരിചിതമായ വാചകമാണ്. അവിടെ പറയുന്നത് എന്താ? പഴയ നിയമപ്രകാരം എങ്ങനെയായിരുന്നു? അപ്പന്മാര് പച്ചമുന്തിരി കഴിച്ചാലും മക്കളുടെ പല്ലും പുളിക്കുമെന്നാ പറയുന്നത്. പഴയ ഉടമ്പടിയാണ്. എന്നാൽ പുതിയ ഉടമ്പടിയിൽ എങ്ങനെയാ? അപ്പന്മാര് പല്ല് പുളിച്ചാൽ, പച്ചമുന്തിരി കഴിച്ചാൽ മക്കളുടെ പല്ല് പുളിക്കില്ല. കാരണം എന്താ? മക്കൾ കഴിക്കുമ്പോഴാണ് അവനവന്റെ പാപമാണ് അവനവനെ ന്യായവിസ്താരത്തിലേക്ക് നയിക്കുന്നത്. അതാണ് പുതിയ ഉടമ്പടി എന്ന് പറയുന്നത്. അതാണ് വ്യത്യാസം വരുന്നത്. അപ്പം 30-ാമത്തെ വാക്യത്തിലേക്ക് വന്നാൽ നമുക്ക് കാണാൻ സാധിക്കും, ഓരോരുത്തൻ താന്റെ അകൃത്യ നിമിത്തം അത്രേ മരിക്കുന്നത്, പച്ചമുന്തിരിങ്ങ തിന്നുന്നവന്റെ പല്ലേ പുളിക്കുകയുള്ളൂ. അപ്പൊ ഇത് പുതിയ ഉടമ്പടിയാണ്. അപ്പം യിരെമ്യാ പ്രവാചകനിലൂടെയാണ് ആദ്യമായിട്ട് പുതിയ ഉടമ്പടിയെ കുറിച്ചുള്ള പരാമർശം അല്ലെങ്കിൽ സൂചന നമുക്ക് ലഭിക്കുന്നത്. അപ്പം ആ വാക്യം ഒന്ന് പ്രത്യേകമായിട്ട് ഓർക്കുക. ഇവിടെ ഇപ്പൊ പറയുന്നത് എന്താ? പുതിയ നിയമം എവിടെയാ നിക്ഷേപിച്ചിരിക്കുന്നത്? പഴയ നിയമം നമുക്കറിയാം, മോശയ്ക്ക് ദൈവം നൽകിയത് കൽപ്പലകകളിൽ എഴുതിയാണ് പഴയ നിയമത്തിൽ നൽകിയിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ എവിടെയാ? യിരെമ്യാ പ്രവാചകനിൽ പറയുന്നത് എവിടെയാ? ഞാൻ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ എഴുതുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോഴതും ഓർക്കുക, പുതിയ നിയമം മനുഷ്യ ഹൃദയങ്ങളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നു. എന്നാൽ പഴയ നിയമം എങ്ങനെയായിരുന്നു? അത് കല്ലിൽ എഴുതപ്പെട്ടതായിരുന്നു. പറയുന്നതായിട്ടുള്ള പ്രധാനമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ അതൊന്നും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷ സ്വർഗോന്നതങ്ങളിലേക്കുള്ള ശുശ്രൂഷയാണ്.
അപ്പം അവിടെ പ്രധാനമായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ക്രിസ്തുവിന്റെ പൗരോഹിത്യം ഭൗമിക ക്രമം അനുസരിച്ചുള്ളതല്ല, വ്യക്തമാക്കുക. ദ പ്രീസ്റ്റ്ഹുഡ് ഓഫ് ക്രൈസ്റ്റ് ഇസ് നോട്ട് അക്കോർഡിംഗ് ടു എനി എർത്ത്ലി ഓർഡർ, എക്സ്പ്ലെയിൻ ഇറ്റ്. ഇല്ല എങ്കിൽ ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ അടിസ്ഥാനം എന്ത്? വാട്ട് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ക്രൈസ്റ്റ് പ്രീസ്റ്റ്ഹുഡ്? ആ ഒരു ഒന്നാമത്തെ ലൈൻ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. പിന്നെ എന്തുകൊണ്ടാണ് പുതിയ ഉടമ്പടി ആവശ്യമായി വന്നത്? എന്തുകൊണ്ടാണ്? വാട്ട് നെസസിറ്റേറ്റഡ് ദ ന്യൂ കവനന്റ്? അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം, പുതിയ ഉടമ്പടി ആരിലൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നു? ദ ന്യൂ കവനന്റ് ഹാസ് ബീൻ പ്രൊമിസ്ഡ് ത്രൂ ഹൂം? ത്രൂ പ്രോഫറ്റ്സ്. പുതിയ ഉടമ്പടി എവിടെ നിക്ഷേപിച്ചിരിക്കുന്നു? ദ ന്യൂ കവനന്റ് ദാറ്റ് ഗോഡ് ഹാസ് പ്ലേസ്ഡ് ഇൻ ദ ഹാർട്ട്, അല്ലെ, എല്ലാവരുടെയും മനുഷ്യ ഹൃദയങ്ങളിലാണത് എഴുതിയിരിക്കുന്നത്. പഴയ നിയമം എവിടെ എഴുതപ്പെട്ടതായിരുന്നു? ദ ഓൾഡ് ലോ ഹാസ് ബീൻ റിട്ടൺ ഓൺ സ്റ്റോൺസ്, കല്ലിൽ എഴുതപ്പെട്ടതായിരിക്കുന്നു. അതാണ് മോശയുടെ ന്യായപ്രമാണം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് അടുത്ത ഹെഡിങ്ങിലേക്ക് പോകാം. പുതിയ നിയമത്തിന്റെ സവിശേഷതകൾ അതുല്യമാണ്. ഇനി നമ്മൾ ഈ ന്യൂ കവണന്റിനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. മോശയുടെ ന്യായപ്രമാണമല്ല, ക്രിസ്തുവിന്റെ പുതിയ നിയമ ഉടമ്പടിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. പുതിയ നിയമത്തിന്റെ സവിശേഷതകൾ അതുല്യമാണ്. ദ എക്സ്ട്രാ ഓർഡിനറി ആസ്പെക്ട്സ് ഓഫ് ദ ന്യൂ ലോ ഇസ് ബിയോണ്ട് കമ്പാരിസൺ. അപ്പം അവിടെ ഒരു ക്വസ്റ്റ്യൻ പ്രധാനമായിട്ട് ചോദിക്കാം, പുതിയ നിയമത്തിന്റെ അതുല്യമായ സവിശേഷതകൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ, ഇവിടെ ഫസ്റ്റിൽ തന്നെ ആദ്യ പാരഗ്രാഫിൽ തന്നെ ചില ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുകൾ പറയുന്നുണ്ട്. അത് കൂടാതെ അടുത്ത പേജിലേക്ക് നോക്കിയാലും there are 4 points. അവിടെ ഒരു 4 പോയിന്റും കൂടെ പറയുന്നുണ്ട്. അവിടെ പ്രത്യേകമായിട്ട് പറയുന്നു പുതിയ നിയമ സവിശേഷതകൾ ധാരാളം ഉണ്ടെന്ന് പറഞ്ഞിട്ടും കൂടിയ 4 പോയിന്റ് പറയണത്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ഈ ക്രിസ്തുവിന്റെ പുതിയ നിയമത്തിന്റെ സവിശേഷതകൾ, എന്താണ് അതിന്റെ സ്പെഷ്യാലിറ്റീസ് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് ഒന്നാമത്തെ പോയിന്റ് തന്നെ ആ പാരഗ്രാഫിന്റെ ഫസ്റ്റ് ലൈൻ എന്താ പറയുന്നത്? അത് വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ടതാണ്. എന്താണ്? ഇറ്റ് ഇസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ പ്രഷ്യസ് പ്രോമിസസ്, അല്ലെ? നമുക്കറിയാം ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ പ്രോമിസസുകളാണ്. ഇപ്പൊ നമ്മൾ യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചത് എന്താ? യഹോവയുടെ അരുളപ്പാടാണ്. യഹോവ നമുക്ക് നൽകുന്ന ഒരു പ്രോമിസ് ആണ്, അല്ലെ? ഞാനൊരു പുതിയ നിയമം നിങ്ങൾക്ക് തരുന്നു. അതിൻ പ്രകാരം എങ്ങനെയാണ്? അവനവന്റെ അകൃത്യങ്ങൾ മാത്രമേ അവനവന് പാപമായിട്ട് കണക്കെടുത്തുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ തെറ്റിനെ കുറിച്ച് അനുതപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് രക്ഷ പ്രാപിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ അതൊക്കെ നമുക്ക് തരുന്ന ഒരു പ്രത്യേകമായ വാഗ്ദത്തങ്ങളാണ്, പ്രോമിസസ് ആണ്. അപ്പം ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, പുതിയ നിയമത്തിന്റെ അതുല്യമായ സവിശേഷതകളിൽ ഒന്നാമത്തേത് ഇത് വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട ഒന്നാണ്, എസ്റ്റാബ്ലിഷ്ഡ് ഓൺ പ്രഷ്യസ് പ്രോമിസസ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താ? ഇതിലെ പ്രധാന കേന്ദ്രം, ഈ പുതിയ ഉടമ്പടി അല്ലെങ്കിൽ ന്യൂ കവനന്റിന്റെ പ്രധാന സെന്റർ ആരാണ്? സെന്റർ ആരാ? ക്രൈസ്റ്റ്, the son of God. Christ is the center of the new covenant. പ്രധാന കേന്ദ്രം മനുഷ്യനായ ദൈവപുത്രനാണ്. അപ്പം അതാണ് പുതിയ നിയമത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് പുതിയ നിയമത്തിന്റെ കർത്താവും മധ്യസ്ഥനും ക്രിസ്തുവാണ്. അതായത് the Lord and mediator of the new covenant is Christ. അപ്പം ക്രൈസ്റ്റ് ആണ് ഇതിന്റെ ദൈവവും മീഡിയേറ്ററും മധ്യസ്ഥനും കർത്താവുമായിട്ടിരിക്കുന്നത് ക്രിസ്തുവാണ്. അപ്പൊ ക്രിസ്തുവാണ് അതിന്റെ മെയിൻ ഫോക്കസ്. പുതിയ ഉടമ്പടി ക്രിസ്തുവിന്റെ മനുഷ്യാവതാരവും ക്രിസ്തുവിന്റെ ക്രൂശി മരണവും ക്രിസ്തുവിന്റെ ഉത്ഥാനവും, ഇതാണ് മെയിൻ ആയിട്ട് ഈ പുതിയ ഉടമ്പടി. നമുക്ക് രക്ഷാകരമായ ഉടമ്പടി, നമുക്ക് ഈ രക്ഷിക്കപ്പെട്ടത് ഈ ഒരു ക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് തന്ന പുതിയ ഉടമ്പടിയിലൂടെയാണ്. അപ്പൊ ക്രിസ്തുവാണ് ഇതിന്റെയൊക്കെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ പോയിന്റ് ആയിട്ട് അവിടെ പറയുന്നു, പഴയത് കാളകളുടെ രക്തത്താൽ സ്ഥാപിക്കപ്പെട്ടതാണെങ്കിൽ, അല്ലെ? പഴയ നിയമത്തിൽ നമ്മൾ അവിടെ യാഗമായിട്ടും അവിടെ എങ്ങനെ ബലികൾ നടത്തിയിരുന്നത്, എങ്ങനെ സാക്രിഫൈസസ് എങ്ങനെയായിരുന്നു? പ്രധാനമായിട്ട് കാളകളെയോ ആടുകളെയോ പ്രാവുകളെയോ ഒക്കെയോ ബലി അർപ്പിച്ച് ആ ബ്ലഡ് കൊണ്ടാണ്, അല്ലെ? പക്ഷെ ഇവിടെ എങ്ങനെയാണ്? ഇവിടെ ക്രിസ്തു തന്നെ, ക്രിസ്തുവിന്റെ രക്തം ചിന്തപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് ഇതിനെ വീണ്ടും യുണീക്ക് ആക്കുന്നത്. പുതിയ ഉടമ്പടിയെ, ക്രിസ്തു തന്ന ഉടമ്പടിയെ വീണ്ടും യുണീക്ക് ആക്കുന്നത് തന്റെ സ്വന്തം രക്തം ചിന്തി നമുക്ക്, അല്ലെ? ഒരു മനുഷ്യനായി ജനിച്ചുവെങ്കിലും എത്രമാത്രം സഹനങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും പോയി പുതിയ ഉടമ്പടിയിൽ ക്രിസ്തു സ്വന്തം രക്തം ചിന്തിയാണ് പുതിയ നിയമം സ്ഥാപിച്ചത്. എന്നാൽ പഴയ നിയമത്തിൽ അത് വെറും കാളകളുടെ രക്തത്താൽ മാത്രമായിരുന്നു പഴയ നിയമ ഉടമ്പടി സ്ഥാപിച്ചിരുന്നത്. അപ്പം അതുകൊണ്ട് എന്താണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്?
അനുതപിക്കുന്നവർക്ക് ക്ഷമയുടെ മോചനവും ലഭ്യമാകുന്നു. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഹീബ്രൂസ് ചാപ്റ്റർ 8 വേഴ്സ് 12. ആർക്കാണ് മോചനം ലഭ്യമാകുന്നത്? ക്ഷമയുടെ മോചനം ലഭ്യമാകുന്നത് ആർക്ക്? അനുതപിക്കുന്നവർക്ക്. അപ്പൊ നമ്മൾ ഓരോരുത്തരും അനുതപിച്ച് ക്രിസ്തുവിലേക്ക് നോക്കുക. അതാണ് നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത്. അതുകൊണ്ട് അനുതപിക്കുന്നവർക്ക് ക്ഷമയുടെ മോചനം ലഭ്യമാകുന്നു. ഹീബ്രൂസ് ചാപ്റ്റർ 8 വേഴ്സ് 12. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇനി പുതിയ സൃഷ്ടിയാകണമെങ്കിൽ എങ്ങനെയാണ് സാധ്യമാകുന്നത്? പുതിയ സൃഷ്ടിയാകണമെങ്കിൽ പാപങ്ങൾ ക്ഷമിക്കപ്പെടാതെ നമുക്ക് പുതിയ സൃഷ്ടിയാകുവാൻ സാധിക്കുന്നതല്ല. നമ്മൾ വിശുദ്ധ കുമ്പസാരത്തിലൂടെ ഓരോ തവണയും നാം പുതിയ സൃഷ്ടിയായി, വിശുദ്ധ കുമ്പസാരവും വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെയും ഓരോ തവണ നാം പുതിയ സൃഷ്ടിയാവുന്നത് എങ്ങനെയാണ്? നമ്മുടെ പാപങ്ങൾ പുരോഹിതന്റെ മുമ്പാകെ ഏറ്റുപറഞ്ഞ് നാം പുതിയൊരു സൃഷ്ടിയാകണം. പാപമോചനത്തിലൂടെ നാം പുതിയ സൃഷ്ടിയായി തീരുകയാണ്. അപ്പം അവിടെ പാപങ്ങൾ, പുരോഹിതൻ നമ്മുടെ പാപം, ദൈവത്തിന്റെ മധ്യസ്ഥനായ പുരോഹിതൻ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു എങ്കിൽ മാത്രമേ നമുക്കൊരു പുതിയ സൃഷ്ടിയായി തീരുവാനായിട്ട് സാധ്യമാവുകയുള്ളൂ. അതിന്റെ റെഫറൻസ് ആയിട്ട് പറയുന്നത് 2 കൊരിന്ത്യർ 5:17. 2 കൊരിന്ത്യർ 5:17 അവിടെ റെഫറൻസ് ആയിട്ടും പ്രധാനമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓർക്കുക. ഇനി അടുത്തതായിട്ട് ഇവിടെ 8-ാമത്തെ അധ്യായത്തെയും 9-ാമത്തെ അധ്യായത്തെയും കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ 8-ാമത്തെ അധ്യായത്തിലെ മെയിൻ ഫോക്കസ്, അവിടെ നൽകുന്ന താരതമ്യ പഠനം. എന്താണ് അവിടെ താരതമ്യം നൽകുന്നത്? 8-ാം അധ്യായത്തിൽ പഴയ നിയമവും പുതിയ ഉടമ്പടിയും തമ്മിലുള്ള താരതമ്യത്തിലൂടെ പുതിയ ഉടമ്പടിയുടെ ഔന്നത്യം ഉയർത്തിക്കാട്ടുന്നു. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത്? 8th ചാപ്റ്റർ ഇറ്റ്സ് എ കമ്പാരിസൺ ബിറ്റ്വീൻ ദ ഓൾഡ് ലോ ആൻഡ് ദ ന്യൂ കവണന്റ്. ഓക്കെ, അവിടെ താരതമ്യം 8-ാം അധ്യായത്തിൽ എന്ത് താരതമ്യം കാണിക്കുന്നു എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും തമ്മിലുള്ള താരതമ്യത്തിലൂടെ പുതിയ ഉടമ്പടിയുടെ ഔന്നത്യത്തെ അവിടെ കാണിക്കുന്നു. Okay, the superiority of the new covenant is pointed out in chapter 8. ഇനി അവിടെ ചാപ്റ്റർ 9 എന്താണ് കാണിക്കുന്നത്? ചാപ്റ്റർ 9 പഴയ ഉടമ്പടിയിൽ അധിഷ്ഠിതമായ ഭൗമിക ആരാധനയും പുതിയ ഉടമ്പടിയിൽ അധിഷ്ഠിതമായ സ്വർഗീയ ആരാധനയും തമ്മിലുള്ള താരതമ്യം. അതിന്റെ വ്യത്യാസം മനസ്സിലായോ? നമ്മൾ ആദ്യമേ തന്നെ കണ്ടു, ക്രിസ്തുവിന്റെ പൗരോഹിത്യം ഭൗമിക ക്രമപ്രകാരം ഉള്ളതല്ല, അല്ലെങ്കിൽ ഓൾഡ് ടെസ്റ്റ്മെന്റ് വഴി ഉള്ളതല്ല. അപ്പം ഓൾഡ് ടെസ്റ്റ്മെന്റ് ആണ് പഴയ ഉടമ്പടി എന്ന് പറയുന്നത്. അതൊരു ഭൗമിക ആരാധനയായിട്ട്, ഭൂമിയിലുള്ള ആരാധനയായിട്ടും. ഇനി പുതിയ ഉടമ്പടി എന്ന് പറഞ്ഞാൽ അതൊരു ഹെവൻലി പ്രൈസ് ആണ്, ഹെവൻലി വർഷിപ്പ് ആണ് അവിടെ നടക്കുന്നത്. സ്വർഗീയ ആരാധനയും തമ്മിലുള്ള ഒരു താരതമ്യമാണ് അവിടെ 9th ചാപ്റ്ററിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ 2 കമ്പാരിസൺ ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ആ പേജ് നമ്പർ 27 ബാക്കിയുള്ള ഭാഗം അവിടെ നിൽക്കട്ടെ. അത് ചാപ്റ്റർ 9 പഠിക്കുമ്പോൾ നമുക്ക് നോക്കാം. അടുത്ത പേജിലേക്ക് പോവുക. അടുത്ത പേജിൽ ആദ്യത്തെ പാരഗ്രാഫിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 8-ാം അധ്യായത്തെക്കുറിച്ചാണ്. അപ്പോൾ ആദ്യം നമുക്ക് 8-ാം അധ്യായത്തെക്കുറിച്ച് പഠിക്കാം. ചാപ്റ്റർ 8, ഹീബ്രൂസ് ചാപ്റ്റർ 8 എന്താണ് പറയുന്നത്? അപ്പം ഇവിടെ പുതിയ ഉടമ്പടിയുടെ ശ്രേഷ്ഠത, സുപ്പീരിയോറിറ്റി ഓഫ് ദ ന്യൂ കവണന്റ്, അതാണ് 8th ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത്. ഇവിടെ 1-2 വേർഡ്സുകൾ ഇവിടെ കാണുന്നുണ്ട്. എബ്രായ, ഗ്രീക്ക് വേർഡ്സ് ഈ ഉടമ്പടിയെ സൂചിപ്പിക്കുന്ന, അല്ലെങ്കിൽ കവണന്റ് എന്ന വാക്കിനെ സൂചിപ്പിക്കുന്ന എബ്രായ, ഗ്രീക്ക് വാക്കുകൾ അവിടെ പറയുന്നുണ്ട്. എബ്രായ വാക്ക് അല്ലെങ്കിൽ ഹീബ്രു വേർഡ് ഇസ് ബെറീത്ത്. ഓക്കെ, ബെറീത്ത് എന്നാണ് ഈ ഉടമ്പടിയുടെ എബ്രായ ഭാഷ. ദിയാത്തിക്കി എന്നുള്ളതാണ് ഗ്രീക്ക് സിറിയക്കുകളിലൊക്കെ കാണുന്ന വേർഡാണ് ദിയാത്തിക്കി. ഇതെല്ലാം ഉടമ്പടി അല്ലെങ്കിൽ കവണന്റ് എന്നതിന്റെ വേർഡ്സ് ആണ്, എബ്രായ ഗ്രീക്ക് വേർഡ്സ് ആയിട്ടാണ് കാണുന്നത്. ഇനി ഇവിടെ വാട്ട് ഈസ് ഈ ബെറീത്ത് എന്ന് പറഞ്ഞാൽ എന്ത്? അതാണ് കാണുന്നത്. ബെറീത്ത് എന്ന് പറഞ്ഞാൽ ഉയർന്നവനും താഴ്ന്നവനും തമ്മിലുള്ള ഉടമ്പടി. ബെറീത്ത്, ദിയാത്തിക്കി എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി കവണന്റ് ബിറ്റ്വീൻ ദ പേഴ്സൺ ഓഫ് ഹയർ സ്റ്റേറ്റസ് ആൻഡ് എ പേഴ്സൺ ഓഫ് ലോവർ സ്റ്റേറ്റസ്. അപ്പം ഉയർന്നവനും താഴ്ന്നവനും തമ്മിലുള്ള, അപ്പം നമുക്കറിയാം ദൈവികമായ ഉന്നതിയും മനുഷ്യർ തമ്മിലുള്ള താഴ്ന്ന സ്റ്റേറ്റസും തമ്മിലുള്ള ഉടമ്പടി, ഉയർന്നവനും താഴ്ന്നവനും തമ്മിലുള്ള ഉടമ്പടിയെ സൂചിപ്പിക്കുന്ന വാക്കാണ് ബെറീത്ത് അല്ലെങ്കിൽ ദിയാത്തിക്കി. ആ വാക്കാണ് ഇവിടെ ഉടമ്പടിക്കായിട്ട് പ്രധാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന യഥാർത്ഥ പരിഭാഷയിൽ, എബ്രായ പരിഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. ഇനി ഇവിടെ വേറൊരു വാക്കും കൂടെ പറയുന്നുണ്ട്, സുന്ദീക്കി എന്ന് പറഞ്ഞാൽ സമന്മാർ തമ്മിലുള്ള ഉടമ്പടി, കവണന്റ് ബിറ്റ്വീൻ ദ പേഴ്സൺസ് ഓഫ് ഈക്വൽ പൊസിഷൻ.
സെയിം നമ്മളെ രണ്ടുപേരും ഒരേ ലെവലിലുള്ളവർ തമ്മിലൊരു എഗ്രിമെന്റ് വരുന്നതാണെങ്കിൽ അതിന് പറയുന്ന വാക്കാണ് സുന്ദീക്കി. അപ്പം ആ വാക്കുകളൊന്ന് ഓർത്തിരിക്കുക. എന്താണ് ബെറീത്ത് അല്ലെങ്കിൽ എന്താണ് സുന്ദീക്കി എന്നൊക്കെ ചോദിച്ചാൽ അതെന്താണ് ഡിഫറൻസ് എന്നുള്ളത് ഓർക്കണം. അപ്പം നമ്മുടെ ഈ പുതിയ നിയമത്തിന്റെ ഉടമ്പടി എന്ന് പറയുന്നത് ബെറീത്താണ്. ബെറീത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഉന്നത സ്ഥാനം അല്ലെങ്കിൽ ഉയർന്നവനും താഴ്ന്നവനും തമ്മിലുള്ള ഉടമ്പടിയായിട്ടാണ് ഇവിടെ പുതിയ ന്യൂ കവണന്റിനെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ബെറീത്താണ് അത്. ബെറീത്ത് അല്ലെങ്കിൽ ദിയാത്തീക്കി എന്നാണ് അത് കാണുന്നത്. ഇനി ഇവിടെ പറയുന്നു, താഴേക്ക് പറയുന്നു, വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു ഉടമ്പടി ഉണ്ട്, അല്ലെങ്കിൽ ഒരു കവണന്റ് ഉണ്ട്, ഒരു എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റ് ആര് തമ്മിലുള്ള എഗ്രിമെന്റ് ആണ്? അപ്പം വിശുദ്ധ വേദപുസ്തകത്തിലെ ഉടമ്പടി എന്ന് പറയുന്നത് സൃഷ്ടാവും സൃഷ്ടിയും തമ്മിൽ. In Bible the covenant is between the creator and the creation. സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നാം കാണുന്നത്. അതൊന്ന് നോട്ട് ചെയ്തോളുക. ഇനി ഇസ്രായേൽക്കാരെ ദൈവം കാത്തു സൂക്ഷിക്കും, ആ ഒരു ഉറപ്പാണ് പഴയ നിയമ ഉടമ്പടിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, പഴയ നിയമ ഉടമ്പടിയിൽ ഉണ്ടായിരുന്ന ഉറപ്പ് നമുക്കറിയാം. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഉടമ്പടി, ഒരു കവണന്റ് തന്നെ കൊടുത്തത് ആർക്ക് വേണ്ടിയിട്ടാ? ഇസ്രായേൽക്കാർക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ഇസ്രായേൽക്കാരെ രക്ഷിക്കുവാൻ, യഹോവ സംരക്ഷിക്കുമെന്നുള്ള ഒരു ഉടമ്പടിയാണ് അവിടെ കൊടുത്തത്, അല്ലെ? കുറച്ച് റൂൾസ് കൊടുത്തു. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം ജീവിക്കുന്നവർക്ക് യഹോവ എപ്പോഴും പ്രൊട്ടക്ടർ ആയിരിക്കും, അല്ലെ? അവർക്കതാണ് പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നി തൂണായും യഹോവ അവരുടെ കൂടെ നടന്നത്. അതുകൊണ്ടാണ് ഇസ്രായേൽക്കാരുടെ കൊടുത്തൊരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ അവർക്ക് കൊടുത്ത ഒരു കാത്തു സൂക്ഷിക്കുമെന്നുള്ള ഒരു ഉടമ്പടിയാണ് പഴയ ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പോൾ എന്നാൽ പുതിയ ഉടമ്പടി എങ്ങനെയാണ്? പുതിയ ഉടമ്പടി എന്ന് പറഞ്ഞാൽ അത് മനുഷ്യ ഹൃദയങ്ങളിലാണ്. അത് എബ്രായ ലേഖനത്തിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. എബ്രായ ലേഖനം 8-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മൾ ഒരിടത്ത് കണ്ടു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 34-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു. ഇവിടെ ഹീബ്രൂസ് ചാപ്റ്റർ 8 വേഴ്സ് 10 നമുക്ക് കാണാനായിട്ട് സാധിക്കും. പുതിയ നിയമത്തിൽ മനുഷ്യ ഹൃദയങ്ങളിലാണ് പുതിയ ഉടമ്പടി സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ പുതിയ ഉടമ്പടി എവിടെ സ്ഥാപിച്ചിരിക്കുന്നത്? ന്യൂ കവണന്റ് ഇൻ ഹ്യൂമൻ ഹാർട്ട്. ഇനി പുതിയ ഉടമ്പടിയുടെ പ്രവചനം, അതാണ് അടുത്തതായി പറയാൻ. ഞാൻ ഓൾറെഡി നമ്മളത് ഡിസ്കസ് ചെയ്തു. പുതിയ ഉടമ്പടിയുടെ പ്രവചനം യിരെമ്യാ പ്രവാചകനിലാണ് കാണുന്നത്. ഒരിക്കലും അത് മറന്നു പോകരുത്. യിരെമ്യാ പ്രവാചകൻ 31-ാം അധ്യായം 31-ാം വാക്യം, ചാപ്റ്റർ 31 വേഴ്സ് 31. പ്രൊഫസി ഓഫ് ദ ന്യൂ കവണന്റ് സീൻ ഇൻ ജെറമ്യ. ഓക്കെ, ഇനി പുതിയ നിയമത്തിന്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞ് അടുത്ത ഒരു 4 പോയിന്റും കൂടെ കാണുന്നുണ്ട്. അപ്പോൾ എനിക്കറിയില്ല, ഇത് രണ്ടും ഒരേ തരത്തിലുള്ള പോയിന്റുകളാണ്. അപ്പോൾ പുതിയ നിയമത്തിന്റെ സവിശേഷതകൾ എന്ന് ചോദിച്ചാൽ ഈ 4 പോയിന്റുകൾ പ്രധാനമായിട്ട് എഴുതുക. അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് അതുല്യമായ സവിശേഷതകൾ എന്നോ, പുതിയ നിയമത്തിന്റെ സവിശേഷതകൾ അതുല്യമാണ് എന്തുകൊണ്ട് എന്നൊക്കെ ചോദിച്ചാൽ ആദ്യം ഞാൻ പറഞ്ഞ ആ 4 പോയിന്റുകളൊന്ന് എഴുതുക. അപ്പോൾ ഇവിടെ പറയുന്ന പുതിയ നിയമ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ 4 സവിശേഷതകളാണ് പുതിയ നിയമത്തിന്റെ സവിശേഷതകളായിട്ട് പ്രധാനമായിട്ട് പറയുന്നത്. ഒന്നാമതായിട്ട് പറയുന്നു, അവർ ചട്ടങ്ങളും പ്രമാണങ്ങളും ആയിരുന്നില്ല, ദൈവസ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമുക്കറിയാം പഴയ നിയമത്തിൽ മോശയുടെ ന്യായപ്രമാണത്തിൽ എങ്ങനെ ഫുള്ള് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിരുന്നു. നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ശിക്ഷകൾ ഉണ്ടാവും. അങ്ങനെ കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേർ ദേർ. അപ്പം ഈ ന്യൂ കവണന്റിനകത്ത് ദർ ഇസ് നോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇറ്റ് ഈസ് പ്യൂർലി ബേസ്ഡ് ഓൺ ഫൗണ്ടേഷൻ ഓഫ് ഗോഡ്സ് ലവ്. ആ ഗോഡ്സ് ലവ് ആണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പം പുതിയ നിയമത്തിന്റെ അടിസ്ഥാനം എന്തായിരുന്നു? പുതിയ നിയമത്തിന്റെ അടിസ്ഥാനം ദൈവസ്നേഹമായിരുന്നു. ഇറ്റ് ഇസ് ഫൗണ്ടേഷൻ ഈസ് പ്യൂർലി ഗോഡ്സ് ലവ്. അതാണ് ഒന്നാമത്തെ സവിശേഷത. ഇനി രണ്ടാമതായിട്ട് പറയുന്നത്, ഈ പുതിയ നിയമത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ദൈവവും മനുഷ്യനുമായുള്ള ആത്യന്തികമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നതായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്? എസ്റ്റാബ്ലിഷ്ഡ് ഓൺ അൾട്ടിമേറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ഹ്യൂമൻസ്. പുതിയ നിയമത്തിൽ പഴയ നിയമത്തിൽ നമ്മൾ എങ്ങനെ കാണുന്നേ? കോപിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ എപ്പോഴും കാണുന്നത്, അല്ലേ? എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പം ആ ദൈവം എങ്ങനെയാണ്? വളരെ നമ്മൾ പാട്ടിൽ പാടുന്നുണ്ട്, ക്ഷമാശീലനാമൻ യേശുവേ. എത്രമാത്രം ക്ഷമയും ദയയും കരുണ, മേഴ്സിഫുൾ ഗോഡ് എന്ന്. ഓ മേഴ്സിഫുൾ ഗോഡ്, ഹാവ് മേഴ്സി ഓൺ us എന്നാ പറയണത്, അല്ലേ? അപ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും തമ്മിലുള്ള പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മനുഷ്യരുമായിട്ട് ഇനിയും കുറച്ചൊരു ഡീപ്പ് റിലേഷനിലേക്ക് വരുന്നു. അതാണ് രണ്ടാമത്തെ പോയിന്റ്, അൾട്ടിമേറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ഹ്യൂമൻ. ഇപ്പൊ പഴയ നിയമത്തിൽ എപ്പോഴും ഭയത്തോടുകൂടി നമുക്ക് എപ്പോഴും കോപിക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് മനുഷ്യർക്ക് അത്ര ക്ലോസ്നെസ് ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. പക്ഷെ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത് വളരെ കരുണാമയനായ, ക്ഷമാശീലനായ, ദയവുള്ളവനായ, സ്നേഹമുള്ളവനായ ഒരു ദൈവത്തെയാണ് നമ്മൾ
കാണുന്നതാണ്. ഒന്നാമത്തെ പോയിന്റിൽ നമ്മൾ കണ്ടു ഗോഡ്സ് ലവ്. അപ്പം അതുകൊണ്ട് അത്രമാത്രം ഒരു റിലേഷൻ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ഹ്യൂമൻ, അതാണ് ഈ പുതിയ നിയമത്തിന്റെ രണ്ടാമത്തെ സവിശേഷത. ഇനി മൂന്നാമത്തെ സവിശേഷത, ആരാണ് ഈ ഉടമ്പടി മനുഷ്യ ഹൃദയത്തിൽ തരുന്നത്? മനുഷ്യ ഹൃദയത്തിൽ ഈ പുതിയ ഉടമ്പടി തരുന്നത് ആരാണ്? ദൈവം തന്ന കാര്യസ്ഥനുണ്ട് നമുക്ക്. ആ കാര്യസ്ഥനാണ് ഈ ഉടമ്പടി നമ്മുടെ ഹൃദയത്തിലേക്ക് വരുത്തുന്നത്. പരിശുദ്ധാത്മാവാണ് ഈ ഉടമ്പടി മനുഷ്യ ഹൃദയങ്ങളിൽ സ്ഥാപിക്കുന്നത്. അതും ഒരു ചോദ്യമായിട്ട് ചോദിക്കാം. പുതിയ ഉടമ്പടി മനുഷ്യ ഹൃദയങ്ങളിൽ സ്ഥാപിക്കുകയും നിർവഹിക്കുകയും ചെയ്യുന്നതാര്? സ്ഥാപിക്കുന്നതാരെന്നോ നിർവഹിക്കുന്നതാരെന്നോ ചോദിക്കാം. പരിശുദ്ധാത്മാവാണ് പുതിയ ഉടമ്പടി മനുഷ്യ ഹൃദയത്തിൽ. ഹോളി സ്പിരിറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ലേസ് ഫൗണ്ടേഷൻ the covenant in the human heart. ഈ covenant ഹ്യൂമൻ ഹാർട്ടിൽ ഫൗണ്ടേഷൻ നൽകുന്നത് ഹോളി സ്പിരിറ്റ് ആണ്. ഇനി അടുത്തത് നാലാമത്തെ പോയിന്റ്, പഴയ നിയമത്തിൽ മനഃപൂർവമായിട്ട് ചെയ്യുന്ന ലംഘനങ്ങൾ ക്ഷമിക്കത്തില്ല എന്ന് പറഞ്ഞാൽ എന്താ? പഴയ നിയമത്തിൽ ചില റൂൾസ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആ റൂൾസിൽ ഏതെങ്കിലും നമ്മൾ മനഃപൂർവ്വമായിട്ട് ബൈ മിസ്റ്റേക്കിലി അല്ല, മനഃപൂർവ്വമായിട്ട് ഒരാൾ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ക്ഷമയില്ല. അത്രമാത്രം കർക്കശമായ നിയമമായിരുന്നു ഓൾഡ് ടെസ്റ്റ്മെന്റിലുള്ളത്, അല്ലെങ്കിൽ ഓൾഡ് കവണന്റ് എന്ന് പറയുന്നത്. എന്നാൽ ന്യൂ കവണന്റിൽ അങ്ങനെയാണോ? ന്യൂ കവണന്റിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്കൊക്കെ ക്ഷമ കിട്ടുമായിരുന്നോ? നമ്മളൊക്കെ ഇത്രമാത്രം ഈ വിശുദ്ധ കുമ്പസാരത്തിനൊക്കെ ഒരു പ്രാധാന്യം ഉണ്ടാകുമായിരുന്നോ? ഇല്ല. അപ്പോൾ പുതിയ ഉടമ്പടിയിൽ എങ്ങനെയാണ് പറയണത്? പുതിയ ഉടമ്പടിയിൽ അനുതപിച്ചാൽ ക്ഷമയും മോചനവും ലഭ്യമാകും. അതാണ് നാലാമത്തെ പോയിന്റ്. ഓൾഡ് ടെസ്റ്റ്മെന്റ് സിൻസ് ഡൺ വിൽഫുള്ളി ഇസ് നോട്ട് ഫോർഗിവൺ, whereas in New Testament we can see that if you repent you shall receive redemption. Okay, അതാണ് പുതിയ നിയമത്തിന്റെ പ്രത്യേകമായിട്ടുള്ള 4 സവിശേഷതകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പുതിയ നിയമത്തിന്റെ അതുല്യമായ സവിശേഷതകൾ അല്ലെങ്കിൽ പുതിയ നിയമത്തിന്റെ സവിശേഷതകൾ എന്ന് ചോദിച്ചാൽ ഈ 4 പോയിന്റുകൾ എഴുതുക. ഇനി അതിന് കൂടെ കുറച്ചും കൂടെ മാർക്ക് കൂടുതലാണ് ഡീറ്റെയിൽ ആയിട്ട് എഴുതാനുണ്ടെങ്കിൽ നമ്മൾ ആ ഫസ്റ്റ് പാരഗ്രാഫിൽ കണ്ട 4 പോയിന്റുകൾ കൂടെ എഴുതാവുന്നതാണ്. അപ്പം വേറെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. അനുദപിക്കുന്നവർക്ക് ലഭ്യമാകുന്നത് എന്ത്? ഹീബ്രൂസ് ചാപ്റ്റർ 8:12 നമ്മൾ പറയുന്നു, ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അനുദപിക്കുന്നവർക്ക് ക്ഷമയുടെ മോചനം ലഭിക്കുന്നു. പുതിയ സൃഷ്ടിയാകുവാൻ സാധ്യമാകുന്നത് എങ്ങനെ? 2 കൊരിന്ത്യർ 5:17 പാപങ്ങൾ ക്ഷമിക്കപ്പെടുമ്പോൾ പുതിയ സൃഷ്ടിയാകുവാൻ സാധ്യമാകുന്നു. എബ്രായ ലേഖനം 8-ാം അധ്യായം താരതമ്യം ചെയ്യുന്നത് എന്ത്? എബ്രായ ലേഖനം 9-ാം അധ്യായം താരതമ്യം ചെയ്യുന്നത് എന്ത്? ഇനി എബ്രായ ലേഖനത്തിൽ 9-ാം അധ്യായത്തിൽ വിവരിക്കുന്നത് എന്ത്? അത് നമുക്കൊന്ന് തിരിച്ച് പേജ് നമ്പർ 27 ഒന്ന് പോകാം. അപ്പം ആദ്യത്തെ പാരഗ്രാഫിലേക്ക് ഒന്ന് പോവുക. പേജ് നമ്പർ 27 ലാസ്റ്റ് പാരഗ്രാഫിൽ ലാസ്റ്റ് പാർട്ട് നമ്മൾ വിട്ടിട്ടുണ്ട്. അത് ചാപ്റ്റർ 9 കുറിച്ചുള്ളതാണ്. അപ്പൊ ഈ ചാപ്റ്റർ 9 എന്തൊക്കെയാണ് പറയുന്നത്? ചാപ്റ്റർ 9 അതിൽ വേഴ്സ് 1 to 5 വേഴ്സ് 1 to 5 നമുക്ക് കാണാൻ സാധിക്കും ഭൗമിക ആരാധന നടക്കുന്ന സാക്ഷ്യ കൂടാരത്തിലെ സംവിധാനങ്ങൾ. അതായത് സമാഗമന കൂടാരത്തില് സ്ട്രക്ചർ ഓഫ് ദ ടെന്റ് ഓഫ് മീറ്റിംഗ്, അവിടുത്തെ ആ സ്ട്രക്ചറുകൾ എന്തൊക്കെയാണ്? സമാഗമന കൂടാരത്തിന്റെ ഘടന അതായിരുന്നു അവിടെ ഒന്നാമതായിട്ട്. സ്ട്രക്ചർ, അറേഞ്ച്മെന്റ്സ്, എക്യുപ്മെന്റ്സ് അതെന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ 9-ാം അധ്യായം തുടക്കത്തിൽ 1 മുതലുള്ള 5 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കർമാനുഷ്ഠാനങ്ങൾ. അവിടെ എന്തൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? റൈറ്റ്സ് ആൻഡ് റിച്വൽസ് ക്യാരിഡ് ഔട്ട്. ഓക്കെ, ടെന്റ് ഓഫ് മീറ്റിംഗിൽ നടന്നിരുന്ന റൈറ്റ്സ് ആൻഡ് റിച്വൽസ് എന്തായിരുന്നു? അതാണ് 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലാണ് അവിടെ കാണുന്നത്. അപ്പൊ ഇവിടെ അത് മെൻഷൻ ചെയ്തിട്ടില്ല. അവിടെ നടത്തുന്ന കർമാനുഷ്ഠാനങ്ങളെ കുറിച്ചും അവയുടെ താൽക്കാലിക സ്വഭാവത്തെക്കുറിച്ചും തുടർന്ന് വെളിപ്പെടുത്തുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചാപ്റ്റർ 9 വേഴ്സ് 6 to 10. ഇനി അടുത്തത് 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിന്റെ ബലിയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ക്രിസ്തുവിന്റെ ബലി, സാക്രിഫൈസ് ഓഫ് ക്രൈസ്റ്റ് ബൈ ഓഫറിംഗ് ഹിസ് ഓൺ ബ്ലഡ്. ക്രിസ്തുവിന്റെ ആ ബലിയുടെ ശ്രേഷ്ഠതയാണ് 11 to 14 വേഴ്സസിൽ അവിടെ കാണുന്നത്. അപ്പൊ ഈ 9-ാമത്തെ ചാപ്റ്ററിന്റെ ഫോക്കസ് എന്ന് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങളൊന്ന് എഴുതുക. പേജ് നമ്പർ 27 ഇനി അടുത്തതായിട്ട് നമ്മൾ അടുത്ത ഹെഡിങ്ങിലേക്ക് നമ്മൾ പോയാൽ പുതിയ നിയമ ആരാധനയുടെ ശ്രേഷ്ഠത. അത് നമ്മൾ 9-ാം അധ്യായത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി പഠിക്കാൻ പോവുകയാണ്. പുതിയ നിയമ ആരാധനയുടെ ശ്രേഷ്ഠത, ദ സുപ്പീരിയോറിറ്റി ഓഫ് ദ ന്യൂ ടെസ്റ്റ്മെന്റ് വർഷിപ്പ്, അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഹീബ്രൂസ് ചാപ്റ്റർ 9 ബേസ്ഡ് ആയിട്ടാണ് ഈ ഒരു ഹെഡിങ് പോകുന്നത്. ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് കമ്പാരിസൺ ബിറ്റ്വീൻ വേൾഡ്ലി ആൻഡ് ഹെവൻലി വർഷിപ്പ്.
ഭൗമിക ആരാധനയും സ്വർഗീയ ആരാധനയും തമ്മിലുള്ള ഒരു താരതമ്യമാണ് ഈ 9-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഇനി ആദ്യമായിട്ട് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു 9-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ദ സ്ട്രക്ചർ ഓഫ് ദ ടെന്റ് ഓഫ് മീറ്റിംഗ്, സമാഗമന കൂടാരത്തിന്റെ സ്ട്രക്ചർ ആണ് പറയുന്നത്. അപ്പൊ ഈ സ്ട്രക്ചർ നമുക്ക് ആദ്യമായിട്ടൊന്ന് നോക്കിയാൽ, ഈ സമാഗമന കൂടാരം നമ്മൾ കണ്ടു മോശ വഴി ഇസ്രായേൽക്കാർക്ക് ദൈവം നൽകിയതാണ് അല്ലെ. കുറച്ചൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്ത് ദൈവത്തിന്റെ പ്രസൻസ് അവരോട് കൂടെ ഇരിക്കാൻ ഒരു കൂടാരം ഉണ്ടാക്കുക. ആ സമാഗമന കൂടാരത്തിൽ കൃപാസനത്തിൽ ദൈവത്തിന്റെ പ്രസൻസ് അവരോട് കൂടെ ഉണ്ടായിരിക്കും. എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇസ്രായേൽക്കാരുടെ കൂടെ അവർ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് മാറിപ്പോകുമ്പോൾ അവർ സമാഗമന കൂടാരവും സാക്ഷ്യപ്പെട്ടകവും അവർ കൂടെ കൊണ്ടു നടന്നിരുന്നു. അത് ദൈവത്തിന്റെ സാന്നിധ്യമായിട്ട് മോശ വഴി ദൈവം ഇസ്രായേൽക്കാർക്ക് നൽകിയതാണ് ഈ സമാഗമന കൂടാരം. അപ്പം ഇവിടെ ഈ സമാഗമന കൂടാരത്തിന്റെ രൂപഘടന, സംവിധാനം, അതൊക്കെയാണ് പ്രധാനമായിട്ട് ഇവിടെ വിവരിക്കുന്നത്. ഇതിന്റെ റെഫറൻസ് എന്ന് പറയുന്നത് എക്സോഡസ് ചാപ്റ്റർ 25-31, ചാപ്റ്റർ 35-40, പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 31 വരെയുള്ള അധ്യായങ്ങള്, 35 മുതൽ 40 വരെയുള്ള അധ്യായങ്ങളിലാണ് ഈ സമാഗമന കൂടാരം എങ്ങനെയാണ് നിർമ്മിക്കണമെന്നുള്ള ഇൻസ്ട്രക്ഷൻസും അവരെങ്ങനെ അത് നിർമ്മിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ എബ്രായ ലേഖനത്തിൽ വളരെ ചുരുക്കത്തിൽ അത് വിശദീകരിച്ചിരിക്കുന്നു. അപ്പൊ എബ്രായ ലേഖനത്തില് 9-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രധാനമായിട്ട് ഈ സമാഗമന കൂടാരത്തിന് 2 പാർട്സ് ആണ് ഉണ്ടായിരുന്നത്. അപ്പം അത് തിരശീല അല്ലെങ്കിൽ ബൈ കർട്ടൻ, ദ 2 പാർട്സ് വർ സെപ്പറേറ്റഡ് ബൈ കർട്ടൻ, തിരശീല വഴിയായിട്ട് 2 പാർട്ടായിട്ട് തിരിച്ചിരുന്നു എന്ന് പറയുന്നു. അതിൽ ഒന്നാമത്തെ പാർട്ടാണ് വിശുദ്ധ സ്ഥലം, ഹോളി പ്ലേസ്. ദ സെക്കൻഡ് പാർട്ട് ഈസ് അതിവിശുദ്ധ സ്ഥലം അല്ലെങ്കിൽ ഹോളി ഓഫ് ഹോളീസ്. അതാണ് രണ്ടാമത്തെ സ്ഥലം. ഇനി നമുക്ക് ഓരോന്നും നോക്കാം. ആദ്യമായിട്ട് വിശുദ്ധ സ്ഥലം നോക്കാം. വിശുദ്ധ സ്ഥലം, ഹോളി പ്ലേസ്. ഈ വിശുദ്ധ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലേവ്യ പുരോഹിതന്മാർ ആരാധന അർപ്പിച്ചിരുന്നതും ധൂപം അർപ്പിച്ചിരുന്നതും ഈ വിശുദ്ധ സ്ഥലത്തായിരുന്നു. അവർക്ക് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറാനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല. ഈ വിശുദ്ധ സ്ഥലത്ത് പ്രധാനമായിട്ട് 2 ഒബ്ജക്റ്റ് ആണ് ഉണ്ടായിരുന്നത്, 2 സംവിധാനമാണ് ഉണ്ടായിരുന്നത്. ഒന്ന് നിലവിളക്ക്, ഗോൾഡൻ ലാംപ് സ്റ്റാൻഡ്. രണ്ടാമത്തേത് മേശ. ഈ മേശ എന്ന് പറയുന്നത് കാഴ്ചയപ്പം വെക്കുന്ന മേശ, ടേബിൾ ഓഫ് ഷോ ബ്രെഡ് എന്നാണ് അത് പറയുന്നത്, കാഴ്ചയപ്പം വെക്കുന്ന മേശ. ഈ 2 കാര്യങ്ങളാണ് വിശുദ്ധ സ്ഥലത്ത് ഉണ്ടായിരുന്നത്. ഇനി ഓരോന്നിനെ കുറിച്ചും ചെറുതായിട്ടൊരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് നോക്കാം. ഈ നിലവിളക്കിന്റെ പ്രത്യേകത എന്തായിരുന്നു? അതൊരു ഗോൾഡൻ ലാംപ് സ്റ്റാൻഡ് ആയിരുന്നു, സ്വർണ്ണ പൂശിയിട്ടുള്ളതായിരുന്നു, സ്വർണ്ണ നിർമ്മിതമായിരുന്നു. അതുകൂടാതെ അതിന് 7 ബ്രാഞ്ചസ് ഉണ്ടായിരുന്നു. ആ നിലവിളക്കിന് എങ്ങനെയാണ് 7 ബ്രാഞ്ചസ് ആയിട്ടാണ് ആ നിലവിളക്കിന് ഉണ്ടായിരുന്നത്. അതുകൂടാതെ മേശ, മേശ ഞാൻ പറഞ്ഞു കാഴ്ചയപ്പം വെക്കുന്ന മേശ അല്ലെങ്കിൽ നമ്മുടെ കുർബാനയപ്പം വെക്കുന്ന മേശ. ഇവിടെ ഈ മേശയിൽ അവിടെയും ശ്രദ്ധിക്കുക, എത്ര അപ്പമാണ് ഇവർ ആരാധന നടത്തുമ്പോൾ വെക്കുന്നത്? 12 കാഴ്ചയപ്പം വെക്കുമായിരുന്നു. ഈ 12 കാഴ്ചയപ്പത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 12 ട്രൈബ്സ്. ഓക്കെ, 12 കാഴ്ചയപ്പം ഉണ്ടായിരുന്നു എങ്കിൽ അതിന്റെ പ്രത്യേകത 12 ട്രൈബ്സിനെയാണത്, 12 ഗോത്രങ്ങളെയാണത് കാണിക്കുന്നത്. ഇനി ഓരോ ശാബത്ത് തോറും ഈ കാഴ്ചയപ്പം മാറ്റിക്കൊണ്ടേയിരുന്നു. ഓരോ ആഴ്ചയിലും ശാബത്തിനല്ല ആ പുതിയ പുതിയ കാഴ്ചയപ്പം ആയിരിക്കും അവർ വെച്ചുകൊണ്ട്, റീപ്ലേസ് ദം എവറി ശാബത്ത്. ഇനി ഈ നിലവിളക്ക് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? മേശ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നിലവിളക്ക് അത് പ്രകാശത്തിന്റെ പ്രതീകം, ഇൻഡിക്കേറ്റ് ലൈറ്റ്. വേറാസ് മേശ എന്നുള്ള അല്ലെങ്കിൽ ടേബിൾ എന്താണ്? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ലൈഫ്, ജീവന്റെ പ്രതീകമായിട്ടാണ് ടേബിൾ. ഇനി സഭയിൽ ലഭ്യമാകുന്ന അവിടെ രണ്ടാമത്തെ പാരഗ്രാഫിൽ, ആദ്യത്തെ പാരഗ്രാഫിൽ രണ്ടാമത്തെ പാരഗ്രാഫിലാണ് വിശുദ്ധ സ്ഥലത്തെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്. അതിൽ ഏറ്റവും ലാസ്റ്റത്തെ ലൈൻ നോക്കുക, അതൊരു ക്വസ്റ്റ്യൻ ആണ്. സഭയിൽ ലഭ്യമാകുന്ന പരിശുദ്ധ ദാനത്തിന്റെയും വിശുദ്ധ കുർബാനയുടെയും മുൻകുറിയായി അവയെ വിശേഷിപ്പിക്കാം. ഏതിനെ? അപ്പം നമ്മുടെ വിശുദ്ധ കുർബാനയുടെ മുൻകുറിയായിട്ട്, വിശുദ്ധ കുർബാനയിൽ നമുക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മ ദാനത്തിന്റെ മുൻകുറിയായിട്ട് നാം കാണുന്നത് ഈ നിലവിളക്കിനെയും കാഴ്ചയപ്പം വെക്കുന്ന ഈ മേശയെയുമാണ്. കാരണം നിലവിളക്ക് ഇൻഡിക്കേറ്റ്സ് ലൈറ്റ്, പ്രകാശത്തിന്റെ പ്രതീകം. അതുപോലെ തന്നെ ടേബിൾ ഇൻഡിക്കേറ്റ്സ് ലൈഫ്, ജീവന്റെ പ്രതീകമാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് അതിവിശുദ്ധ സ്ഥലമാണ്. ഈ അതിവിശുദ്ധ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഹൈ പ്രീസ്റ്റ്, മഹാപുരോഹിതൻ, അഹരോനും അഹരോന്റെ മക്കളും മഹാപുരോഹിതന്മാർ മാത്രം അവിടെ പ്രവേശിച്ചിരുന്നുള്ളൂ. ഇനി അവരെപ്പോഴും അവിടെ പ്രവേശിച്ചിരുന്നോ? ഇല്ല. എപ്പോഴും ധൂപം വെച്ചിരുന്നത് വിശുദ്ധ സ്ഥലമായിരുന്നു. അതിവിശുദ്ധ സ്ഥലത്ത് പ്രത്യേകമായിട്ട് വർഷത്തിൽ ഒരിക്കലേ പോകത്തുള്ളൂ. അതെന്താണെന്നും കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. അത് വൺസ് ഇൻ എ ഇയർ, ദാറ്റ് ഈസ് ഓൺ ദ ഡേ ഓഫ് അറ്റോൺമെന്റ്, പാപപരിഹാര ദിനത്തിൽ ധൂപം വെക്കുവാനാണ്
അതിവിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതൻ പ്രവേശിച്ചിരുന്നത്. അവിടെ ലേവ്യ പുരോഹിതന്മാർക്ക് പ്രവേശിക്കുവാൻ അധികാരമുണ്ടായിരുന്നില്ല. ഇനി ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ, ലെവിറ്റിക്കസ് ചാപ്റ്റർ 16-ൽ നമുക്കിത് കാണാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ രണ്ട് ഒബ്ജക്റ്റ് ആണ് പ്രധാനമായിട്ട് ഇവിടെയും കാണാനായിട്ട് സാധിക്കുന്നത്. ഒന്ന് ധൂപകലശം, രണ്ടാമത് നിയമപ്പെട്ടകം. ധൂപകലശവും നിയമപ്പെട്ടകവും ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് കഴിഞ്ഞ ഒരു മുൻപത്തെ ക്ലാസ്സുകളിൽ. ഞാൻ ഈ ചാപ്റ്റർ 9-ലെ ഈ വേഴ്സ് ഞാൻ പ്രത്യേകമായിട്ടും പറഞ്ഞിരുന്നു. അപ്പം അതിനകത്ത് പറഞ്ഞു 3 വസ്തുക്കളാണ് അതിൽ വെച്ചിരിക്കുന്നത്. നിങ്ങളത് ഒന്നുകൂടി അത് നോക്കിക്കോളൂ. എബ്രായ ലേഖനം ചാപ്റ്റർ 9 വേഴ്സ് 4-ൽ അവിടെ പറയുന്നുണ്ട് 3 കാര്യങ്ങൾ. ഞാൻ ഇനി സമയക്കുറവ് മൂലം അതിലേക്ക് പോകുന്നില്ല, ഒന്ന് വായിച്ചോളൂ. അപ്പോൾ ഈ 2 ഒബ്ജക്റ്റുകളാണ് അതിവിശുദ്ധ സ്ഥലത്തുള്ളത്. ഏതൊക്കെയാണ്? ധൂപകലശവും നിയമപ്പെട്ടകവും. അതാണ് പ്രധാനമായിട്ടുള്ളത്. ഇനി ഇവിടെ ഫസ്റ്റ് പാരഗ്രാഫിന്റെ ലാസ്റ്റ് ലൈനും ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിവിശുദ്ധ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ധൂപപീഠം എന്തിന്റെ പ്രതീകമാണ്? അതിവിശുദ്ധ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ധൂപപീഠം ക്രിസ്തുവിന്റെ ബലിയർപ്പണത്തിന്റെ പ്രതീകമാണ്. ഓക്കെ, എന്താണ്? ദ ആൾട്ടർ ഓഫ് ഇൻസെൻസ് ഇൻ ദ ടാബർനക്കിൾ, ഇറ്റ് ഇസ് എ സിംബൽ ഓഫ് സാക്രിഫിഷ്യൽ ഓഫറിംഗ് ഓഫ് ക്രൈസ്റ്റ്. അതും ഒന്ന് ഓർത്ത് വെക്കുക. അപ്പം അതാണ് പ്രധാനമായിട്ട്. ഇനി അടുത്ത ലാസ്റ്റ് പാരഗ്രാഫിലേക്ക് ഒരു ചെറിയ 1-2 കാര്യങ്ങളും കൂടിയാണ് ലാസ്റ്റ് പാരഗ്രാഫിലുള്ളത്. അവിടെ പറയുന്നത് ക്രിസ്തു സ്ഥാപിച്ച പുതിയ നിയമം നിത്യമാണ്. ഓക്കെ, പേജ് നമ്പർ 29-ല് ലാസ്റ്റ് പാരഗ്രാഫിൽ കാണാൻ പറ്റുന്നത് ക്രിസ്തു സ്ഥാപിച്ച നിയമം, പുതിയ നിയമം, അത് നിത്യമാണ് വ്യക്തമാക്കുക. അപ്പം അങ്ങനെ ഒരു കാര്യം ചോദിച്ചാൽ അവിടെ എന്താ പറയണത്? പഴയ നിയമത്തിൽ കാളുകളുടെ രക്തം ചൊരിഞ്ഞ് പ്രതിഷ്ഠിച്ചുവെങ്കിൽ അത് താൽക്കാലികമാണ്. എന്നാൽ പുതിയ നിയമത്തിൽ ക്രിസ്തു സ്വന്തം രക്തം ചൊരിഞ്ഞ് പുതിയ നിയമം സ്ഥാപിച്ചതിനാൽ അത് നിത്യമാണ്. അപ്പം ക്രിസ്തുവിന്റെ പുതിയ നിയമം നിത്യമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 22 വേഴ്സ് 20 അതിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, ക്രിസ്തു സ്വന്തം രക്തം ചൊരിഞ്ഞ് പുതിയ നിയമം സ്ഥാപിച്ചതിനാൽ അത് നിത്യമാണ്. ഇൻ ഓൾഡ് ടെസ്റ്റ്മെന്റ് സാക്രിഫൈസ് ത്രൂ ഷെഡിങ് ഓഫ് ബ്ലഡ് ഓഫ് ഓക്സൺ ആൻഡ് ഇറ്റ് ഇസ് ടെമ്പററി, whereas in new law Christ shed his own blood to institute the new law that is eternal. അപ്പൊ എന്തുകൊണ്ടാണ് അത് നിത്യം? അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അത് കേട്ടോ. ക്രിസ്തു സ്ഥാപിച്ച പുതിയ നിയമം നിത്യമാണ് വ്യക്തമാക്കുക. ഇനി അടുത്തതായിട്ട് എബ്രായ ലേഖനകർത്താവ് നൽകുന്ന 2 അടിസ്ഥാന പ്രമാണങ്ങളാണ് ഈ പാരഗ്രാഫിന്റെ അവസാനം പറയുന്നത്. അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2 അടിസ്ഥാന പ്രമാണങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത് ഹീബ്രൂസ് ചാപ്റ്റർ 9 വേഴ്സ് 12, രണ്ടാമത് ഹീബ്രൂസ് ചാപ്റ്റർ 9 വേഴ്സ് 22. ചാപ്റ്റർ 9 വേഴ്സ് 12-ൽ പറയുന്നത് എന്താ? സ്വന്തം രക്തം നൽകി രക്ഷ സാധ്യമാക്കി. സാൽവേഷൻ ഹാസ് ബീൻ എഫക്റ്റഡ് ബൈ ഓഫറിംഗ് ഹിസ് ഓൺ ബ്ലഡ്. അതാണ് ഒന്നാമത്തെ അടിസ്ഥാന പ്രമാണം. ദ ബേസിക് ടെനൻസ് ഓഫ് ദി ഓഥർ ഹീബ്രൂസ്. അതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പം സ്വന്തം രക്തം നൽകി രക്ഷ സാധ്യമാക്കി. രണ്ടാമതായി നൽകിയിരിക്കുന്ന അടിസ്ഥാന പ്രമാണം രക്തം ചൊരിയാതെ വിമോചനമില്ല. അത് ഹീബ്രൂസ് ചാപ്റ്റർ 9 വേഴ്സ് 22-ലുണ്ട്. ദർ ഇസ് നോ സാൽവേഷൻ വിതൗട്ട് ഷെഡിങ് ഓഫ് ബ്ലഡ്. അപ്പം ഈ 2 പ്രമാണങ്ങളും കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത പേജിലേക്ക് പോയാൽ സമയക്കുറവ് മൂലം ഞാൻ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് പോകുന്നു. അടുത്ത പേജിലേക്ക് വരുമ്പോൾ ചാപ്റ്റർ 10-ലേക്ക് വരുന്നു നമ്മൾ, പേജ് നമ്പർ 30. അവിടെ പ്രധാനമായിട്ട് കാണുന്നത് ചാപ്റ്റർ 10-ല് വേഴ്സ് 1 to 25. അവിടെ പറയുന്നത് യേശുക്രിസ്തു ജീവനുള്ള പുതുവഴിയും ക്രിസ്തുവിന്റെ യാഗം സമ്പൂർണവുമായിരുന്നു. ക്രിസ്തുവിന്റെ ബലിയെക്കുറിച്ചുള്ളതാണ്. ക്രൈസ്റ്റ് is the living new way and his sacrifice is perfect. അതാണ് പ്രധാനമായിട്ട് 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ 10-25 ചാപ്റ്റർ 10 വേഴ്സ് 25 ഓൺവേർഡ്സ് അവിടെയാണ് ഒരു പ്രധാന പ്രതിപാദ്യ വിഷയം കാണുന്നു. വിശ്വാസത്തോടെ ദൈവത്തെ സമീപിക്കുക. ഡ്രോ നിയറർ ടു ഗോഡ് വിത്ത് കോൺഫിഡൻസ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു നല്ല ചോദ്യമാണ്. 10-ാം അധ്യായത്തിന്റെ പ്രതിപാദ്യ വിഷയം ഡ്രോ നിയറർ ടു ഗോഡ് വിത്ത് കോൺഫിഡൻസ്. വിശ്വാസത്തോടെ ദൈവത്തെ സമീപിക്കുക. ഇനി ഇവിടെ പറയുന്നത് വിശ്വാസത്തോടെ ദൈവത്തെ സമീപിക്കുമ്പോൾ ഓർക്കേണ്ട 10 കാര്യങ്ങൾ, വളരെ സിമ്പിളായ 10 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്നാമതായിട്ട് നമുക്കത് 1, 2 എന്നുള്ളത് നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഒന്നാമത്തേത് ക്രിസ്തുവിന്റെ മരണവും പുനരുദ്ധാനവും മൂലം നമുക്ക് യഥാർത്ഥ
കൃപാസനമായ ദൈവസന്നിധിയിലേക്ക് പ്രവേശനം സാധ്യമാകുന്നു. അതായത് നമുക്ക് ഈ ക്രിസ്ത്യാനികളായി തീർന്നതും ക്രിസ്തുവിങ്കിലേക്ക്, ദൈവത്തിങ്കിലേക്ക് നമുക്ക് ഇത്ര ക്ലോസ് ആയിട്ട് തീരാൻ സാധിച്ച ദൈവത്തിന്റെ ഈ സ്നേഹം കൊണ്ട്, അല്ലെ? തന്റെ ഏകജാതനായ പുത്രനെ നൽകിയാണ് ദൈവം നമുക്ക് നമ്മോടുള്ള സ്നേഹം പ്രകടമാക്കിയത്. അപ്പം നമുക്ക് യഥാർത്ഥമായിട്ടുള്ള ക്രിസ്തുവിന്റെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് വരുവാനുള്ള പ്രവേശനം സാധ്യമാക്കിയത് ക്രിസ്തുവിന്റെ ക്രൂസിഫിക്കേഷനും റിസറക്ഷനുമാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഈ ക്രൈസ്തവ വിശ്വാസത്തിൽ നമ്മൾ നിലനിൽക്കുന്നത്, അല്ലെ? മറ്റു ദൈവങ്ങളെ പോലെ അല്ല, ഈ റിസറക്റ്റഡ് ക്രൈസ്റ്റിലാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായിട്ട്, ക്രിസ്തു നമ്മുടെ മഹാപുരോഹിതനാകിയാൽ അവിടുത്തെ സന്നിധിയിൽ ധൈര്യത്തോടെ നമുക്ക് ചെല്ലാം, അല്ലെ? ക്രിസ്തുവിനെ നമുക്കറിയാം, മറ്റ് പഴയ നിയമത്തിൽ കാണുന്നത് പോലെ അത്ര ഭയത്തോടെ കാണേണ്ട ഒരു ദൈവമല്ല നമുക്കുള്ളത്. നമുക്ക് വളരെ സ്നേഹത്തോടുകൂടി ഒരു അപ്പന്റെ സന്നിധിയിലേക്ക് ചെല്ലുന്ന ലാഘവത്തോടുകൂടി നമുക്ക് ചെല്ലുവാനായിട്ട് സാധിക്കും. ക്രിസ്തുവിനെ നമുക്ക് അത്ര സ്നേഹത്തോടുകൂടി നമ്മെ സ്നേഹിക്കുന്ന ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് ധൈര്യത്തോടെ നമുക്ക് ചെല്ലുവാനായിട്ട് സാധിക്കും. അടുത്തത് മൂന്നാമത്തെ പോയിന്റ്, അടുത്ത് ചെല്ലുക, അടുത്ത് വരിക എന്ന ആഹ്വാനമാണ്. വളരെ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ആഹ്വാനമാണ്. ഡ്രോ നിയർ, അപ്രോച്ച് ഗോഡ്സ് ത്രോൺ. ഓക്കെ, ഈ രണ്ട് വാക്യങ്ങൾ നമുക്ക് ലഭിക്കുന്ന ആഹ്വാനമാണ്. വിശ്വാസ ത്യാഗികൾക്കുള്ള ആഹ്വാനം എന്ത്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അവിടെ പറയുന്നുണ്ട്, അകന്നു നിൽക്കുന്നവർക്കും വിശ്വാസ ത്യാഗികൾക്കുമുള്ള ആഹ്വാനമാണ് അടുത്ത് ചെല്ലുക, അടുത്ത് വരിക എന്നുള്ളത്. അത് ചാപ്റ്റർ 10 വേഴ്സ് 22 പ്രധാനമായിട്ട് ചാപ്റ്റർ 4 വേഴ്സ് 16 അവിടെ പറയുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നാലാമത്തെ പോയിന്റ് ആയിട്ട്, ക്രിസ്ത്യാനികൾ വിശ്വാസം ഏറ്റുപറയുന്നത് പ്രത്യാശയുള്ളവരാണ്. മാമോദീസായിലൂടെ നാം സ്വീകരിക്കുന്ന വിശ്വാസവും പ്രത്യാശയും അനുദിന ജീവിതത്തിൽ തുടർന്നു കൊണ്ടുപോകണം. പലപ്പോഴും നമ്മളുടെ പരാജയം അവിടെയാണ്, അല്ലെ? മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ച വിശ്വാസവും പ്രത്യാശയും നമുക്ക് നമ്മുടെ കഷ്ടതയിലും കൊണ്ട് നടക്കാനായിട്ട് സാധിക്കണം. അതാണ് ഇവിടെ പ്രത്യാശയുള്ള ക്രിസ്ത്യാനികളായിരിക്കുക എന്നുള്ളതാണ് നാലാമത്തെ പോയിന്റ്. പ്രത്യാശയുള്ള ക്രിസ്ത്യാനികൾ വിശ്വാസം ഏറ്റുപറയുന്നവരായിരിക്കുക. അഞ്ചാമത്, വാഗ്ദാനത്തിൽ വിശ്വസ്തൻ എന്ന ബോധ്യത്തിൽ ദൈവസന്നിധിയിൽ നാം വിശ്വസ്തരാകണം. വാഗ്ദാനം ചെയ്യുന്നവൻ വിശ്വസ്തനാണ് എന്ന ബോധ്യത്തിൽ ദൈവസന്നിധിയിൽ നാം വിശ്വസ്തരാകണം. അതും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. എങ്ങനെയാ ദൈവസന്നിധിയിൽ നാം വിശ്വസ്തരാകണം എന്ന ഏത് ബോധ്യത്തിൽ? വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്നുള്ള ബോധ്യത്തിൽ ദൈവസന്നിധിയിൽ നാം വിശ്വസ്തരായി നിൽക്കുക. അത് 10-ാം അധ്യായം 23-ാം വാക്യം. അപ്പൊ ഇതെല്ലാം ഓർത്തോണം. വിശ്വാസത്തോടെ ദൈവത്തെ സമീപിക്കുക എന്ന വിഷയം 10-ാം അധ്യായം 25-ാമത്തെ വാക്യം മുതൽ ഇങ്ങോട്ടാണ് കാണുന്നത്. വിശ്വാസത്തോടെ ദൈവത്തെ സമീപിക്കുക എന്ന വിഷയം കാണുന്നത് ചാപ്റ്റർ 10 വേഴ്സ് 25 ഓൺവേർഡ്സ് താഴോട്ട് കാണുന്നു. ആറാമത്തെ ഓർമ്മപ്പെടുത്തൽ എന്താണ്? സ്നേഹത്തിന്റെ പ്രവർത്തികൾ ചെയ്യുക. അവിടെ ഇനി ഒരു ജീവിത പ്രമാണമായിട്ട് 3 കാര്യങ്ങൾ അവിടെ പറയുന്നു. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. നമ്മൾ കൊരിന്ത്യരിൽ വായിക്കുന്നതാണ്, അല്ലെ? വിശ്വാസം, പ്രത്യാശ, സ്നേഹം, വലുതോ സ്നേഹം തന്നെ നമ്മളത് പഠിക്കുക. അപ്പൊ ജീവിത പ്രമാണങ്ങൾ ഏതൊക്കെ? ഈ 3 കാര്യങ്ങളാണ് ജീവിത പ്രമാണങ്ങളായിട്ട് നാം എടുക്കേണ്ടത്. ഏഴാമതായിട്ട്, ആരാധന അനുഷ്ഠാനങ്ങളിൽ നിന്നും മാറി നിൽക്കരുത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ ആരാധന അനുഷ്ഠാനങ്ങളിൽ ഡു നോട്ട് റിഫ്രെയിൻ ഫ്രം വർഷിപ്പ് ആൻഡ് റിച്വൽസ്. ഇനി എട്ടാമതായിട്ട്, വിശ്വാസത്യാഗത്തിന്റെ ഭയാനകതയും അതുളവാക്കുന്ന ശിക്ഷാവിധിയും മറക്കരുത്. ഓക്കെ, വിശ്വാസ ത്യാഗം ചെയ്താൽ നമ്മൾ ആദ്യമേ തന്നെ കണ്ടതാണ്. വിശ്വാസത്യാഗം ചെയ്തവര് തിരിച്ചു വരുവാനായിട്ട് ആഹ്വാനം ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ കഷ്ടതകൾ വരുമ്പോൾ വിശ്വാസത്യാഗം ചെയ്യാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ എബ്രായ ലേഖനകർത്താവ് ലേഖനം എഴുതിയത് തന്നെ. അപ്പൊ ഇവിടെ പറയുന്നു, വിശ്വാസത്യാഗം മൂലം ഉണ്ടാകുന്ന ശിക്ഷാവിധി മറക്കരുത് എന്ന് പറയുന്നു. അടുത്തത് 9-ാമതായിട്ട്, സമ്മാനാർഹമായ ആത്മീയ ധൈര്യം, സ്പിരിച്വൽ കറേജ് പ്രാപിക്കുക. ആത്മധൈര്യം പരിത്യജിക്കരുത്. വളരെ കഷ്ടപ്പാടുകൾ വന്നാലും നമ്മുടെ ആത്മീയ ധൈര്യം, എന്തു വന്നാലും ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള ഒരു ആത്മീയ ധൈര്യം നമുക്ക് ഉണ്ടാകുക. 10-ാമതായിട്ട് കാണുന്നു, പ്രത്യാശയുടെ മൂല്യം ഉറപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിന് വേണ്ടി ഹോപ്പ്ഫുൾ ഫോർ ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്. ഓക്കെ, അതാണ് 10-ാമത്തെ ചാപ്റ്റർ, ക്രിസ്തുവിന്റെ സെക്കൻഡ് കമ്മിങ്ങിനുള്ള പ്രത്യാശ. ഈ 10 പോയിന്റുകളാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എന്താണ്? 10-ാം അധ്യായത്തിൽ 10 കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതായത് വിശ്വാസത്തോടെ ദൈവത്തെ സമീപിക്കുമ്പോൾ നാം ഓർക്കേണ്ട 10 കാര്യങ്ങൾ എന്നാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. 8, 9, 10 വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. നമുക്കൊന്ന് ബൈബിളും കൂടെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ബുക്കും കൂടെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ വളരെ മനസ്സിലാക്കുവാനായിട്ട് എളുപ്പമുണ്ട്. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഉണ്ടോ?